അപ്പൊ അതുകൊണ്ട് ഈ അഭ്യാസം ചെയ്യാന്ന് പറഞ്ഞാൽ നിരന്തര പ്രാക്ടീസാണ്. നിത്യനൈമിത്യ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഈ അഭ്യാസമാണ്. നിത്യകർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ശ്രദ്ധാഭക്തിയോടെ മനസ്സിനെ ത്രാണനം ചെയ്തെടുക്കലാണ് ജപതപാദികളുടെ ഉദ്ദേശം. അല്ലാതെ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളുടെ സിദ്ധിയല്ല. മനസ്സ് ഏകാഗ്രമായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാർത്ഥ ഭക്തി, എന്നാലേ യഥാർത്ഥ ഭക്തി ഉണ്ടാകൂ. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും ഭക്തി, എനിക്ക് യഥാർത്ഥ ഭക്തി ഉണ്ടാവണേ എന്നാണല്ലോ. ഭവേ ഭവേ യഥാ ഭക്തി എന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുമെങ്കിൽ ആ ഭക്തി യഥാർത്ഥ യോഗമായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ മനസ്സിനെ ഏകാഗ്രമാക്കി എടുക്കണം. മനസ്സിനെ ഏകാഗ്രമാക്കി എടുത്താൽ മാത്രമേ ബുദ്ധി ഉറക്കുകയും പിന്നെ ബാക്കിയൊക്കെ നിയന്ത്രണത്തിലാവും. ഈ മനസ്സാണ് പ്രശ്നമുണ്ടാക്കുന്നത്. മനസ്സ് ചഞ്ചലമാണെന്ന് ഭഗവാൻ തന്നെ, അത് നിസ്സംശയം മഹാബാഹു എന്ന് പറഞ്ഞല്ലോ. നീ പറഞ്ഞത് വളരെ ശരിയാണ്. അർജുനോട് പറയുന്നത് നോക്കണം, മനസ്സ് ചഞ്ചലമാണ്, അതിനെ പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടാണല്ലോ ഭഗവാനെ എന്ന് അർജുനൻ പറയുമ്പം ഭഗവാൻ പറയുന്നത് നീ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്, അത് ശരിയാണെന്നാ പറഞ്ഞത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മനസ്സാണെന്ന് തന്നെ നമ്മൾ കണ്ടെത്തണം, അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ സ്വച്ഛന്തമായിട്ട് ശാന്തസുന്ദരമായിട്ട് മാറ്റാൻ സാധിക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവരവരുടെ മനസ്സ് തന്നെയാണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപഠിക്കണം. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കും, മനസ്സ് നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ട് ഞാൻ പറഞ്ഞല്ലോ, അലാറം വെച്ചിട്ട് കിടന്നാലും അത് ഓഫ് കിടക്കുന്ന സ്വഭാവമുണ്ട്. എനിക്ക് വരെ ഉണ്ട്. ചില സമയത്ത് 5 മിനിറ്റോടെ കിടക്കാന്ന് പറയും. 5 മിനിറ്റോടെ കിടക്കാന്ന് വിചാരിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ എടുക്കുക. കാരണം ഉറങ്ങിപ്പോവും. രാവിലത്തെ സമയമാണല്ലോ ഉറങ്ങാൻ സുഖം. അപ്പൊ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ, എന്നാലും സൂര്യോദയത്തിന് മുമ്പ് നമ്മൾ ടോട്ടൽ പോപ്പുലേഷന്റെ നമ്മുടെ ഭക്തിയുള്ളവരുടെ തന്നെ കണക്കെടുത്താൽ എത്ര പേരാണ് ടോട്ടൽ ഭക്തിയുള്ളവരെന്ന് കണക്കാക്കിയാൽ ഇല്ലേ, ഭക്തിഭാവത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവര്, ഈശ്വരവിശ്വാസമുള്ളവരെ പറ്റി ചിന്തിച്ചാൽ തന്നെ എത്ര പേരാണ് സൂര്യോദയത്തിന് മുമ്പിട്ട് എഴുന്നേറ്റിട്ട് കുളിക്കുന്നവര് എന്ന് കണക്കെടുത്താൽ ഒരു 10% പോലും ആൾക്കാരെ, ഭക്തിയുള്ളവരെ പോലും സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റിട്ട് കുളിക്കുന്നവരെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല ഇന്നുവരെ. എൻ്റെ കുടുംബത്തിൽ തന്നെ കൃത്യമായിട്ട് എത്രയായാലും സൂര്യോദയത്തിന് മുമ്പ് എത്ര അലാറം ഓഫ് ചെയ്തിട്ട് കിടന്ന് ലേറ്റ് ആയാൽ പോലും ഞാൻ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് കുളിക്കുന്ന ഒരേ ഒരാൾ എൻ്റെ കുടുംബത്തിൽ തന്നെ ഞാൻ തന്നെയാണ്. ബാക്കിയുള്ളവരുടെയൊക്കെ എത്ര അലാറം വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ശ്രീമതി വരെ ചിലപ്പം എഴുന്നേൽക്കുന്നതൊക്കെ സൂര്യോദയത്തിന് ശേഷമായിരിക്കും. ഞാൻ ചിലപ്പോൾ ചെന്ന് വിളിക്കേണ്ടി വരും. ഞാൻ കുടുംബത്തിൽ എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന പോലെയാണ് ബാക്കിയുള്ളവർക്ക് നടക്കുക. അപ്പൊ പിന്നെ താമസിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ എല്ലാ കാര്യത്തിനും താമസമാണ്, ഓടി നടക്കേണ്ടി വരും. കൃത്യസമയത്ത് ഓഫീസിൽ എത്തണം എന്ന് വിചാരമുള്ളവർക്കൊക്കെ അത്രപ്പാട് വേണ്ടി വരും. പിന്നെ ഈ ധൃതി പിടിച്ച് ചെയ്യുമ്പോൾ ഒന്നും കൃത്യത വരില്ല, ശ്രദ്ധ ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാനിരുന്നാലും സമാധാനത്തോടെ കഴിക്കാൻ പറ്റില്ല. ഡ്രസ് ചെയ്യുന്നതായിക്കോട്ടെ, തയ്യാറായി പോകുന്നതായിക്കോട്ടെ, എടുക്കേണ്ടത് പോലും ചിലപ്പോൾ എടുക്കാതെ പോകും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നമ്മൾ നിത്യയുക്തമായിട്ട് നമ്മുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഇല്ല എന്ന് പറയുന്നത് തന്നെ, അത് തന്നെ ഉണ്ടാകണമെങ്കിൽ ഒരു അഭ്യാസം വേണം. അവിടെ മനസ്സിനെ നിയന്ത്രിക്കാതെ സാധിക്കില്ല. മനസ്സ് നിയന്ത്രിക്കാൻ പറ്റാത്തതാണല്ലോ ഈ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഇനി ഭഗവാൻ പറയുന്നു, അഭ്യാസേ അഭി അസമർത്ഥോസി മത്കർമ്മ പരമോഭവ മദർത്ഥം അഭി കർമാണി കുർവൻ സിദ്ധിം അവാസ്യസി. ഇനി ഈ അഭ്യാസമൊക്കെ ഭഗവാൻ എത്ര കാരുണ്യമുള്ളവനാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാൽ ഇതിന് സമയമല്ല, ഈ അഭ്യാസം ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണെന്ന് പലരും നമുക്ക് തന്നെ, ഞാൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പലരും നേരിട്ട് സുഹൃത്തുക്കൾ തന്നെ പറയും, ഇതൊക്കെ എങ്ങനെ സാധിക്കുക? കുടുംബത്തിലുള്ളവരും ചോദിക്കും, ബന്ധുക്കൾ വരെ ചോദിക്കും, ഇതൊക്കെ എങ്ങനെ സാധിക്കുക? അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ വീണ്ടും പറയുന്നു, അഭ്യാസേ അഭി അസമർത്ഥോസി മത്കർമ്മ പരമോഭവ മദർത്ഥം അഭി കർമാണി കുർവൻ സിദ്ധിം അഭാസ്യസി. ഈ അഭ്യാസമൊക്കെ അനുഷ്ഠിക്കുന്നതിലും നീ സമർത്ഥനല്ല എങ്കിൽ എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നവനായി തീരുക. എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നതിലും നിനക്ക് പരമപദം പ്രാപിക്കാം. ഇത് നമുക്ക് കേൾക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നും. ഈ അഭ്യാസം ഇല്ലാതെ, കുറച്ചെങ്കിലും ശീലമില്ലാതെ ഒന്നും കർമ്മങ്ങളൊന്നും മനസ്സുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് ഭഗവാന് ചെയ്യാൻ സാധിക്കുക. നമുക്ക് കേൾക്കുമ്പോൾ തോന്നും, ഇതിൽ എളുപ്പമുള്ള കാര്യമാണല്ലോ ഭഗവാൻ പറയണത്.
ഈ തുടർച്ചയായിട്ടുള്ള ഈ എക്സസൈസ് അല്ലെങ്കിൽ അഭ്യാസമൊന്നും കൂടാതെ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്നു ഭഗവാൻ തന്നെ പറയുന്നു. എന്നാ പിന്നെ അത് ചെയ്താൽ പോരെ? അപ്പൊ ഈ അഭ്യാസ യോഗത്തിന് നീ സമർത്ഥനല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവനായിട്ട് തീരുക. അത് സാധിക്കോ? മനസ്സ് നിയന്ത്രിക്കപ്പെടാതിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും നമുക്ക് ഒരു കർമ്മവും ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ശരീരമാധ്യം കല ധർമ്മസാധനം എന്നുള്ള ഒരു ഭാവം നമുക്ക് ഉണ്ടാകണ്ടേ? അടുക്കളയിൽ പോയി പണിയെടുത്താലും, തൊടിയിൽ പോയി പണിയെടുത്താലും, പുറത്ത് ഓഫീസുകളിൽ പണിയെടുത്താലും, എന്തൊക്കെ എസ്കറോഷി, എസ്നാസി, എജ്ജുകോഷി, ദദാസി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചിന്തിച്ചാലും, എന്ത് പറഞ്ഞാലും, എന്ത് പ്രവർത്തിച്ചാലും എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ, അത് മനസ്സുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്യാം. ഞാൻ ഈശ്വരന് വേണ്ടിയിട്ടില്ലേ, ഈശ്വരൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഭാവത്തിൽ ചെയ്യണം. അതാണ് യഥാർത്ഥ കർമ്മങ്ങൾ ഈശ്വരനെ നിമിത്തമായിക്കൊണ്ട് ചെയ്യാൻ പറയുന്നത്. അതായത് നമ്മൾ നിമിത്തമാകുന്നു ഈശ്വരൻ ചെയ്യേണ്ടതായിട്ട്. എപ്രകാരം സൂര്യന്റെ പ്രതിബിംബങ്ങൾ ജലത്തിൽ പ്രതിബിംബിക്കുന്നുവോ അതേപോലെ അനേക ശരീരങ്ങളോടുകൂടി ഇരിക്കുന്ന നമ്മളെല്ലാവരും ഈശ്വരന്റെ ശക്തി കൊണ്ട് ഈശ്വരനാൽ തന്നെ നമ്മളെ കൊണ്ട് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതാണ്. ചിന്തിക്കുന്നതായാലും പറയുന്നതായാലും പ്രവർത്തിക്കുന്നതാണെങ്കിലും എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതിൽ ഒരു അഭ്യാസം ഉണ്ടാക്കിക്കൊണ്ട് നിത്യയുക്തമായിട്ട് അത് ചെയ്യാം. അത് ശ്രദ്ധാഭക്തിയോടെ ചെയ്യാം. അത് സാധിക്കുന്ന ഈ അഭ്യാസം ചെയ്യാനൊന്നും നിരന്തരം പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം, എന്ത് ചിന്തിച്ചാലും, എന്ത് പറഞ്ഞാലും, എന്ത് പ്രവർത്തിച്ചാലും അതൊക്കെ ഈശ്വരാർപ്പിതമായിട്ടുള്ള കർമ്മങ്ങളാക്കി മാറ്റുക. ഇത് മനസ്സുകൊണ്ട് ചെയ്താൽ, അങ്ങനെ എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്താലും നിനക്ക് പരമോപദം പ്രാപിക്കാം. മത്കർമ്മ പരമോഭവ എന്ന് ഇതിനു മുമ്പും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്നതിന് ഭഗവത് പ്രീതിക്കുള്ള കർമ്മങ്ങൾ ചെയ്യുവാൻ ആകണമെന്ന് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. എല്ലാ കർമ്മങ്ങളും ഭഗവത് തർപ്പണമായിട്ട് ചെയ്യുക എന്ന അർത്ഥമാണ് ഇവിടെ സമീപനത്തിന്റെ പ്രത്യേകം. ഇല്ലെങ്കിൽ ഇവിടെ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടത് നഹി കച്ചിക്ഷണം അവിജാതദൃഷ്ടത്തെ കർമ്മകൃത്. ഈ തത്വം ഒന്ന് കർമ്മകാണ്ഡത്തിൽ പറഞ്ഞ, കർമ്മയോഗത്തിൽ പറഞ്ഞ കാര്യം ഓർത്തിരിക്കുക. നമ്മൾ ജനിച്ചാൽ മരണം വരെ ആർക്കും അനങ്ങാതിരിക്കാൻ സാധ്യമല്ല. ഇത് പ്രകൃതിയുടെ ഗുണങ്ങളെ കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റും. ഇനി ഉറങ്ങുകയാണെങ്കിൽ തന്നെ ഉറക്കവും കർമ്മമാണ്. സുഷുതിയിൽ കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞാൽ പോലും അതും കർമ്മമാണ്. അപ്പൊ ജനിച്ചാൽ മരണം വരെ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോകുന്നവരെ ഒരു ജീവജാലങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിന് തന്നെ ചലിക്കാതിരിക്കാൻ സാധ്യമല്ല. അത് പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്. പ്രകൃതി ഗുണങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് ഈശ്വര അർപ്പിതമാക്കി ചെയ്യാനാണ് പറഞ്ഞത്. അതായത് മനസ്സുകൊണ്ട് ഈശ്വരനെ വിചാരിച്ചുകൊണ്ട് ചെയ്യാം. ഇത് സാധിക്കുമെങ്കിൽ അത് ശ്രേഷ്ഠതയാണ്. അത് ഭക്തിയോഗത്തിന്റെ ഒരു സിദ്ധി തന്നെയാണ്. നമ്മൾ എവിടെ പോയി പണിയെടുത്താലും, വേദവൈദിക കർമ്മങ്ങൾ ചെയ്താലും വേണ്ടില്ല, പുറത്തു പോയിട്ട് എന്ത് കാര്യം, ഇപ്പൊ ഇറച്ചിവെട്ടുകാരന്റെ കഥയൊക്കെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ഒരു ബ്രാഹ്മണനെ തത്വോപദേശം ലഭിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്ന ഒരു ഇറച്ചിവെട്ടുകാരന്റെ അടുത്തേക്കാണ്. ആ ബ്രാഹ്മണൻ ചെന്ന് നോക്കുമ്പോൾ ഇവൻ ഇറച്ചി നികർഷമായ കർമ്മമാണോ ചെയ്യുന്നത്, ഇവനിൽ നിന്നാണോ എനിക്ക് തത്വോപദേശം ലഭിക്കേണ്ടത് എന്ന് ചിന്തിച്ച ആ ബ്രാഹ്മണനിൽ നിന്ന് യഥാർത്ഥ തത്വം മനസ്സിലാകുന്നത് ഈ ഇറച്ചിവെട്ടുകാരൻ്റെ അടുത്താണ്. ഇതൊക്കെ മഹാഭാരതം വായിക്കുമ്പോൾ അതിൽ ധർമാധർമ്മങ്ങളെ പറ്റി പറയുന്ന കൂട്ടത്തിൽ ഒരു കഥ പറയുന്നുണ്ട് ഭീഷ്മര് ധർമ്മപുത്രരോട്. അപ്പൊ ഏത് കർമ്മം ചെയ്താലും വേണ്ടില്ല, അതൊക്കെ ഈശ്വരാർപ്പിതമാണെങ്കിൽ അവിടെ ബോധം, നമ്മുടെ ബ്രഹ്മം എന്ന് പറയുന്ന ഞാനെന്ന ബോധം ഉണ്ടാകുന്നത് ബ്രഹ്മത്തിന്റെ പ്രതിരൂപമാണ്. ഞാനെന്ന ബോധം ഉണ്ടായാൽ അതാണ് തത്വം. നീ അത് തന്നെയാകുന്നു, ഞാൻ അത് തന്നെയാകുന്നു എന്നുള്ള ബോധത്തിലേക്ക് എത്തണം. അത് ഗുരു പറഞ്ഞു തരും, നീ അത് തന്നെയാകുന്നു. നമ്മൾ തന്നെ ചിന്തിച്ചാലോ, ഞാൻ അത് തന്നെയാകുന്നു, ത്വം അസി എന്ന ഭാവത്തിലേക്ക് എത്തണം. അപ്പോൾ പിന്നെ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ബാധകമല്ല. അത് ശരീരത്തെയോ മനസ്സിനെയോ ഒന്നും ബാധിക്കില്ല. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി, കർത്തവ്യകർമ്മം എന്താണോ അത് ഇറച്ചി വെട്ടായാലും വേണ്ടില്ല, തൊടിയിൽ പോയി പണിയെടുക്കലായാലും, അടുക്കളയിൽ പണിയെടുക്കലായാലും, ഇനി ടെക്നോളജിയിൽ എന്തെങ്കിലും പണിയെടുക്കാനും, സോഫ്റ്റ്വെയർ പണിയെടുക്കുകയായാലും, ഏത് ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറോ എന്ത് ചെയ്താലും വേണ്ടില്ല, ഇതൊക്കെ ഈശ്വരാർപ്പിതമാക്കുക. ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ശരീരമാധ്യം ഖലു ധർമ്മസാധനം. അപ്പൊ നമ്മൾ ഏത് കർമ്മം ചെയ്താലും ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ചെയ്യാനാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെയും നമുക്ക് പരമോദം പ്രാപിക്കാന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയും നമുക്കൊരു ശീലം ഉണ്ടാക്കിയെടുക്കാം. അതും പരമോദ പ്രാപ്തിക്ക് ഉതകുന്നതാണ് എന്നർത്ഥം. ഇനി അതിന് ശക്തനല്ലെങ്കിലോ, അഥൈതമപ്തി അസക്തോസി കർത്തും ഉദ്യോഗമാശ്രിത
സർവകർമ്മ ഫലത്യാഗം തത്കുരും യഥാത്മവാൻ. എന്നാൽ ഇതുപോലും ഈ കർത്തൃത്വാഭിമാനം വെടിഞ്ഞുകൊണ്ട് വേണം കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ. അത് ചെയ്താലും പരമോദം പ്രാപിക്കാം എന്ന് പറഞ്ഞു. അതായത് നിഷ്കാമകർമ്മം ചെയ്യണം. അത് ചെയ്യുന്ന എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഒക്കെ ഈശ്വരാർപ്പണമാകണം. കർമ്മണ്യേവാധികാരസ്ഥേ മാഫലേഷു കഥാചന മാ കർമ്മ ഫലഹേതുർഭം അതേ സങ്കോസ്ത കർമ്മണി എന്ന് കർമ്മകാണ്ഡത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം 2-ാം അധ്യായത്തിൽ 47-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. എന്ത് കർമ്മം ചെയ്യാതിരിക്കരുത്, ചെയ്യുന്നതൊക്കെ ഈശ്വരാർപ്പണമായിരിക്കണം. ഏത് കർമ്മം ചെയ്താലും ഉത്തരവാദിത്തോടെ, അധികാരഭാവത്തോടെ, ശ്രദ്ധാഭക്തിയോടെ ചെയ്യണം. ഈശ്വരനെ വിചാരിച്ചുകൊണ്ട് ചെയ്യണം. കർമ്മഫലത്തെ ഇച്ഛിക്കരുത്. ഇതാണ് നിഷ്കാമകർമ്മം. അപ്പൊ കർത്തൃത്വാഭിമാനവും ഫലവും ഉപേക്ഷിച്ചുകൊണ്ട് ഈശ്വരാർപ്പണമായിട്ട് ഞാൻ എന്ന ഭാവത്തെ വെടിഞ്ഞുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതിന് പോലും നീ ശക്തനല്ല എങ്കിൽ, അശക്തനാണെങ്കിൽ, അങ്ങനെ ഈശ്വരാർപ്പിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പോലും നീ അശക്തനല്ല, എനിക്കിത് സാധ്യമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എൻ്റെ യോഗത്തെ അഥവാ എന്നോടുള്ള ചേർച്ച എന്ന ലക്ഷ്യത്തെ ആശ്രയിച്ചവരും മനസ്സിനെ അടക്കിയവനുമായ സകല കർമ്മങ്ങളുടെയും ഫലത്തെ ത്യജിക്കാൻ പറഞ്ഞു. സർവകർമ്മ ഫലത്യാഗം ഭക്തിയോഗ സിദ്ധിക്ക് ഉതകുന്നതാണെന്നർത്ഥം. ഇനി ഈശ്വരനെ വിചാരിച്ചുകൊണ്ട് നമുക്കിതൊന്നും ചെയ്യാനും അതിനും നമുക്ക് സാധ്യമല്ല. ഭഗവാൻ എത്ര കാരുണ്യവൻ, എത്ര ലളിതമായിട്ടാണ് പറയുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഈശ്വര വിചാരത്തോടു കൂടി ഈ കർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധ്യമല്ല. അത് ഏത് കർമ്മം അവരവരുടെ ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിലും എനിക്ക് ആ മനസ്സിൽ ആ വിചാരം വരില്ല, അപ്പൊ ജോലിയിലുള്ള ശ്രദ്ധ കുറയും എന്നൊക്കെ ന്യായീകരിക്കാൻ നമുക്ക്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ പറയുന്നത്, അങ്ങനെയുള്ള ജോലികൾ നിന്റെ ഇച്ഛത്തിന് നീ ചെയ്തോളൂ. നിന്റെ ഇച്ഛ അനുസരിച്ചുകൊണ്ട് എന്ത് വേണേലും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഫലത്തെ ത്യജിക്കാൻ നമുക്ക് തോന്നും ഇത് എളുപ്പമാണ്. അത് സാധിക്കും? ഈ കർമ്മം ചെയ്യുന്നത് തന്നെ എന്ത് കിട്ടും എന്നുള്ള വിചാരത്തിലാണ്. പിന്നെ കിട്ടുന്നത് ത്യജിക്കാൻ പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ ഫലേച്ഛ വെടിഞ്ഞ്, ഇച്ഛ വെടിയാനാ പറഞ്ഞത്. ഫലേച്ഛ വെടിഞ്ഞ് സകല കർമ്മങ്ങളും ചെയ്യുക. എനിക്ക് ഇന്നത് കിട്ടണമെന്ന് വിചാരമില്ലാതെ ഈ ജപതപാദികളായിക്കോട്ടെ, കർമ്മങ്ങളായിക്കോട്ടെ, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണേ എന്നുള്ള തോന്നലങ്ങോട്ട് കളയാം. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഫലേച്ഛ ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ ശ്രദ്ധയോടുകൂടി അങ്ങ് ചെയ്യാം. ആ ഫല ഇച്ഛയെ ത്യജിക്കാനാ പറഞ്ഞു. സർവകർമ്മ ഫലത്യാഗം എന്ന് പറയുമ്പം ഫലത്തെ ത്യജിക്കാന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കും. ഫലത്തെ ത്യജിക്കാന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഫലം ഉപേക്ഷിക്കുക എന്നല്ല അർത്ഥം. നമ്മുടെ മനസ്സുകൊണ്ട് എനിക്ക് ഇന്നത് കിട്ടണം, ഇന്നത് വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു കർമ്മവും ചെയ്യാതിരിക്കുക. മനസ്സുകൊണ്ട് ഇച്ഛാശക്തി ഉണർത്തുമ്പം കർമ്മത്തിൽ ശ്രദ്ധിക്കുക. അതിന്റെ ഫലത്തെ പറ്റി വ്യാകുലപ്പെടാതെ ചിന്തിക്കാതെ ചെയ്യുക എന്നർത്ഥം. പ്രകൃതിയുടെ സ്വഭാവമാണ്, നിങ്ങൾ നന്മ ചെയ്താൽ നന്മയും തിന്മ ചെയ്താൽ തിന്മയും പ്രകൃതി റബ്ബർ ബാൻഡ് പോലെ തിരിച്ചു വരും. ഇത് പ്രകൃതിയുടെ സ്വഭാവമാണ്. ഫലം കൊടുക്കുക എന്നുള്ളത് പ്രകൃതിയുടെ സ്വഭാവം. നമ്മൾ വേണ്ടാന്ന് ആഗ്രഹിച്ചാലും അത് തന്നെ വരും. അപ്പൊ അതിനെ ഉപേക്ഷിക്കേണ്ട, ഇല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കേണ്ട വിധവും ഭഗവാൻ ഇതിനു മുമ്പ് പറഞ്ഞു. എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കിട്ടിയാലും എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വയ്ക്കുന്നതാണ് പ്രശ്നം. അത് നമ്മുടെ യഥാർത്ഥ ഭഗവാന്റെ മുമ്പിൽ കള്ളന്മാരായിട്ട് മാറുന്നു പറഞ്ഞു. അത് കള്ളൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞു, യജ്ഞശിഷ്ടം ഭുജിച്ചോളൂ, 5 ഭാഗിച്ചിട്ട് 5-1 സ്വന്തമായിട്ട് എടുത്തോളൂ. അത് ഞാൻ കണ്ടുപിടിച്ച ഒരു ഉപാധിയാണ്. നമുക്കതിൽ ബന്ധനമില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള പ്രതിഫലമില്ലേ, കർമ്മഫലം കിട്ടിയാലും കർമ്മഫലം ഇച്ഛയില്ലാതെ കർമ്മം ചെയ്യണം. എന്നാലും പ്രകൃത്യാ ഉള്ള സ്വഭാവം കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഫലം നമുക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വന്നു ഭവിക്കും. അത് കിട്ടിയാൽ അതിനെ എന്ത് കിട്ടിയാലും 5 ഭാഗിക്കണം. ഇപ്പം പണ്ട് ഭിക്ഷയെടുക്കാൻ വേണ്ടിയിട്ട് പാണ്ഡവർ വനവാസത്തിൽ നടക്കുന്ന കാലത്ത്, വനവാസം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ഭിക്ഷയെടുത്താണ് ജീവിതം നയിച്ചിരുന്നത്. അപ്പൊ ദിവസവും 5 പേരും 5 ഗ്രാമങ്ങളിലോ ഇല്ല 5 തരത്തിൽ അവരവരുടെ വഴി അനുസരിച്ച് ഭിക്ഷയെടുക്കാൻ പോകും. ഇനി ചിലപ്പോ ഒരാളായിരിക്കും പോകുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഒരു ഡ്യൂട്ടി വെച്ചിട്ട് അങ്ങനെ പലതരത്തിൽ അവരുടെ പ്രാക്ടീസ് നമുക്ക് കണ്ടാൽ, ഇല്ലെങ്കിൽ അവരുടെ കഥ പഠിച്ചാൽ തിരിച്ചറിയാം. എന്ത് കിട്ടിയാലും അമ്മയോട് ചോദിച്ചാൽ 5 ഭാഗിക്കൂ എന്ന് പറയും, 5 എടുത്തോളൂ എന്ന് പറയും. അപ്പൊ ഈ അമ്മയ്ക്കൊന്നും വേണ്ടേ?
അത് ഓട്ടോമാറ്റിക്കായിട്ട് 3 പേരും കൊടുത്തോളൂ. 5 ഭാഗത്തിൽ വരും. 5ആയിട്ട് കിട്ടിയാൽ തന്നെ ആ 5ആയിട്ട് അവർക്ക് കിട്ടിയത് മുഴുവൻ ഒന്നിച്ചു കൂട്ടിയിട്ട് 5ആയിട്ട് ഭാഗിച്ച് പിന്നെ ഈ 5 പേരും അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തോളും. യാതൊരു സംശയമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുക. അമ്മ ഫലയിച്ച ഇല്ലാതെ ഏത് പറയണത്, എന്നാൽ എനിക്കും കൂടെ വേണമെന്നല്ല പറയാം. അപ്പൊ ഇവിടെ ഒരു മഹത്തായ ഒരു തത്വത്തെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം, ആ കഥയിൽ നിന്ന്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയാലും 5ആയിട്ട് ഭാഗിക്കാന്ന് പറഞ്ഞാൽ ദേവയജ്ഞം, പിതൃയജ്ഞം, അതിഥിയജ്ഞം, നിർയജ്ഞം, നിയതയജ്ഞം. നമുക്ക് ഫലത്തെ എന്ത് കിട്ടിയാലും അതിനെ ഉപയോഗിക്കേണ്ട വിധവും ശാസ്ത്രം പറയുന്നുണ്ട്. ദേവന്മാർക്ക് കൊടുക്കേണ്ട ദേവന്മാർക്ക് കൊടുക്കണം, പിതൃക്കൾക്ക് കൊടുക്കേണ്ട പിതൃക്കൾക്ക് കൊടുക്കണം, അതിഥികൾക്ക് കൊടുക്കേണ്ട അതിഥികൾക്ക് കൊടുക്കണം. ദാനകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ദാനകർമ്മം ചെയ്യണം. 5-1 സ്വന്തമായിട്ട് അവനവന്റെ ശരീരത്തെ നിലനിർത്താൻ എടുക്കുകയും ചെയ്യാം. അപ്പൊ ഒരിക്കലും അങ്ങനെയുള്ള ആള് അമൃതം ഭുജിച്ചതിന് തുല്യമാവും. അപ്പൊ യജ്ഞശിഷ്ടമാവും. നമുക്ക് കിട്ടിയതിൽ 5ആയിട്ട് ഭാഗിച്ചിട്ട് 4 ഭാഗം മറ്റുള്ളവർക്ക് കൊടുത്ത് ഇല്ലെങ്കിൽ മറ്റുള്ള സങ്കല്പത്തിലേക്ക് മാറ്റി അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 5-1 യജ്ഞശിഷ്ടമാകും. ആ യജ്ഞശിഷ്ടം എടുക്കുന്നവർക്ക് അമൃതതുല്യമായ അനായാസന ജീവിതം, യാതൊരു വിധത്തിലുള്ള കർമ്മബന്ധനങ്ങളും ഉണ്ടാകുന്നതല്ല. ആ ഒരു തത്വത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ സർവകർമ്മ ഫലത്യാഗം എന്ന് പറയുന്നത്. ഫലത്തെ ത്യജിക്കാൻ പറഞ്ഞാൽ ഫല ഇച്ഛയെ വെടിയുക, കർമ്മം ചെയ്യുന്നതിൽ ശ്രദ്ധാഭക്തിയോടെ ആ കർമ്മം ചെയ്യുക, അതിൽ ശ്രദ്ധയുണ്ടാകുക, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാതിരിക്കുക. ഇനി ഈശ്വര വിചാരത്തിലേക്ക് പോകുമ്പോഴും നമ്മുടെ ശ്രദ്ധ തെറ്റുമെന്ന് പേടിയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കർമ്മത്തെ ശ്രദ്ധിച്ചാൽ കർമ്മം ചെയ്തോളൂ. അതിന്റെ ഫലത്തെ പറ്റി വ്യാകുലപ്പെടരുത്. ഒരു തരത്തിലും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ എനിക്ക് എന്ത് കിട്ടണം എന്നുള്ള ശുഭപ്രതീക്ഷയൊന്നും വേണ്ട എന്നർത്ഥം. ഒന്നും പ്രതീക്ഷിക്കാതെ ഒരമ്മ എപ്രകാരം അടുക്കളയിൽ പോയിട്ട് ആഹാരം ഉണ്ടാക്കുന്നുവോ, അതൊരു ഈ പറയുന്ന ത്യാഗമനസ്ഥിതിയൊക്കെ അവിടെ ഉണ്ടല്ലോ. എനിക്ക് എന്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ ഈ അമ്മമാര് അടുക്കളയിൽ പോയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ടും ആരൊക്കെ ഉണ്ടോ അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം തയ്യാറാക്കുന്നതൊക്കെ? എന്തെങ്കിലും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഫലയിച്ചോടുകൂടിയാണ്. അഥവാ ഫലയിച്ചോടുകൂടി ചെയ്താൽ അത് ത്യാഗം എന്ന് പറയാൻ പറ്റില്ല. ഫലയിച്ചയില്ലാതെ യാന്ത്രികമായിട്ടാണെങ്കിൽ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ, അതിന്റെ ഫലം ഓട്ടോമാറ്റിക്കായിട്ട് മാതൃദേവോ ഭവ എന്ന് പറയാൻ തന്നെ ദേവന്മാരിൽ ഏറ്റവും ഇല്ല ഈ ദേവഭാവത്തിൽ നമ്മൾ ചിന്തിക്കാൻ ഈശ്വരനെ പറ്റി വിചാരം തുടങ്ങിയാൽ തന്നെ ആദ്യം അമ്മയെ ദൈവമായി കാണാനാ നമ്മളെ പൂർവികർ പഠിപ്പിച്ചേക്കണം. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള ദൈവങ്ങളൊക്കെ. എന്താ കാരണം? അമ്മയെ പോലെ ത്യാഗമനസ്ഥിതിയുള്ള മറ്റാരുമില്ല ഈ ലോകത്ത്. അപ്പൊ ഈ തത്വങ്ങളിൽ നിന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് പഠിക്കാൻ പറ്റിയ ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് പാണ്ഡവര് തന്നെ ഒരു സഹധർമ്മിനെ, ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ട് പോലും 5ആയിട്ട് ഭാഗിച്ചെടുക്കാൻ പറഞ്ഞപ്പോൾ അത് ചെയ്തില്ലേ അവര്? അവിടെ സ്വാർത്ഥ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അമ്മയെ ദൈവമായി കണ്ടു, അമ്മ പറയുന്നത് വേദവാക്യമായിട്ട് മാറി, അതനുസരിച്ചു. ആ ഈശ്വരന്റെ തന്നെ സങ്കല്പത്തിൽ പ്രത്യക്ഷമായ ഒരു സ്ത്രീയാണ് ദ്രൗപദി അല്ലെ. ഹോമകുണ്ടത്തിൽ നിന്ന് പ്രത്യക്ഷമായതാ, അഗ്നിയിൽ നിന്ന് അഗ്നദേവന്റെ മകളായിട്ടാ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം ഇതൊക്കെ ഒരു ഈശ്വരീയമായ തത്വത്തെ, ബോധത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കഥയൊക്കെ എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിഷ്കാമ കർമ്മം ചെയ്യുക. ഈശ്വരാർപ്പിതമായിട്ടുള്ള കർമ്മങ്ങൾ മനസ്സുകൊണ്ട് ഈശ്വരനെ നിമിത്തമാക്കിക്കൊണ്ട് കർമ്മം ചെയ്യാൻ പറഞ്ഞ് അതും സാധ്യമല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ പറയുന്നത്. അതായത് അഥൈതമപി അശക്തോസി കർത്തും ഉദ്യോഗമാശ്രിത സർവകർമ്മ ഫലത്യാഗം തദ്ഗുരും യഥാത്മവാൻ. ഒരു സന്യാസത്തിന്റെ തന്നെ മാനദണ്ഡം സർവകർമ്മ ഫലത്യാഗമാണ്. അല്ലാതെ പക്കാ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി വെച്ചിട്ടോ ഒരാശ്രമവും അതിന്റെ സ്വത്തും സ്വരൂപമൊക്കെ കൂട്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് സന്യാസം സ്വീകരിക്കും. ഇപ്പൊ സന്യാസി മഠങ്ങളിൽ പോലും ഈ മഠാധിപതിയുടെ പോസ്റ്റിന് വേണ്ടിയിട്ട് തർക്കങ്ങൾ നടക്കും. പല സ്ഥലത്തും കോടതിയിൽ വരെ എത്തിയ കേസുണ്ട്. യഥാർത്ഥ സന്യാസത്തിന്റെ മാനദണ്ഡം പാലിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് സന്യാസി ആശ്രമം കെട്ടാൻ തന്നെ പ്രധാനപ്പെട്ട പത്മപാദര് ശങ്കരാചാര്യോട് പറഞ്ഞപ്പോഴും ഈ ആശ്രമം കെട്ടാനൊക്കെ പോയി നീ ബന്ധനത്തിലാകുമെന്ന് പറഞ്ഞു. ആദ്യത്തെ ആശ്രമം കെട്ടാനുള്ള ശ്രമവും അതിനുള്ള പ്രേരണയും ഉണ്ടാക്കി കൊടുത്തതൊക്കെ ഇല്ല, അതിന് തയ്യാറായതും ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ ശ്രമിച്ചതും ഒക്കെ ശങ്കരാചാര്യരുടെ യഥാർത്ഥ കഥയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാനിപ്പോ അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആത്മതീർത്ഥം എന്ന് പറയുന്നത്.
അപ്പൊ അതുപോലും ബന്ധനമായി തീരുന്നുള്ളതിന് ഇന്നത്തെ ശങ്കരാചാര്യ പാരമ്പര്യത്തിലുള്ള ആശ്രമങ്ങളിൽ പോയാൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അധികാര തർക്കങ്ങളും സ്വത്തിനു വേണ്ടിയിട്ടുള്ള തർക്കങ്ങളും. ഇത് മാത്രമല്ല, യഥാർത്ഥ സന്യാസി ധർമ്മം പാലിക്കാത്തതിന്റെ പരിണിതഫലമായിട്ട് പല ആശ്രമങ്ങളും ഇന്ന് സംഘടനകളുടെ കയ്യിലാണ്. ഈ ബാഹ്യമായ ഒരു സന്യാസാശ്രമോ ഒരു ക്ഷേത്രമോ ഒരിക്കലും ബാഹ്യമായിട്ട് ഒരു സംഘടനകൾ നടത്തേണ്ടതല്ല. അത് ഭക്തരാണ് നടത്തേണ്ടത്. ഒരു സന്യാസി മഠാധിപതി ആയിരിക്കുന്ന ആള് വേണം ആ സന്യാസി മഠത്തെ എപ്രകാരം നയിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്, അല്ലാതെ പുറത്തുള്ള സംഘടനകളല്ല. ഇപ്പൊ പല സ്ഥലത്തും അവിടെയൊക്കെ പിടിച്ചടക്കാനുള്ള ശ്രമം വരെ നടക്കുന്നു. അതൊക്കെ ആരൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറയില്ല. ഹിന്ദുധർമ്മം പ്രചരിപ്പിക്കാൻ നടക്കുന്നവർ പോലും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഈ പക്കാ ബിൽഡിങ്ങുകളും സ്വത്തും ഒക്കെ സമ്പാദിച്ചു വച്ചതിന്റെ പരിണിതഫലമാണ് സർവകർമ്മ ഫലത്യാഗം എന്ന മാനദണ്ഡം. ഈ പഞ്ചമഹായജ്ഞങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടതായ ശാസ്ത്രവിധിയെ പാലിക്കാത്ത സന്യാസിമാരുടെ ഗതിയാണ് പരമ്പര നിലനിർത്താൻ പോലും പറ്റാത്തതിന്റെ പരിണിതഫലം. ഇതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ പറയണം. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ എനിക്ക് നിർദ്ദേശം നൽകി, നീ സന്യാസം സ്വീകരിക്കരുത്, ഗൃഹസ്ഥാശ്രമിയായിട്ട് തന്നെ ഇരുന്നോളൂ, നിനക്ക് ഇപ്പോഴുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടും. അങ്ങനെ സന്യാസം സ്വീകരിച്ചവർ ഇന്ന് 100 കൂട്ടം കേസിലാണ് പെട്ട് കിടക്കണം. അപ്പൊ അതുകൊണ്ട് ഈവൻ ശങ്കര പാരമ്പര്യത്തിൽ പോലും സന്യാസം സ്വീകരിച്ചവർ ഇന്ന് പ്രശ്നത്തിലാണ്. 100 കേസുകളും കോടതി കേസും പോലീസ് കേസും പബ്ലിക്കായിട്ട് കേസും. എന്താ യഥാർത്ഥത്തിൽ ധർമ്മമാർഗം എന്താണെന്ന് മനസ്സിലാക്കാത്തതിന്റെ പരിണിതഫലം അല്ലേ ഇത്? അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നത് മനസ്സിലാക്കണം എന്നർത്ഥം. ഈ ശാസ്ത്രം യഥാവിധി പഠിച്ചിട്ട് അത് വേണം പാലിക്കാൻ. എന്നിട്ട് വേണം സന്യാസ യോഗം എന്ന് പറയുന്നത് മറ്റൊരാളുടെ പ്രേരണ കൊണ്ടോ ഇല്ലെങ്കിൽ മറ്റൊരു കാര്യം ഉദ്ദേശിച്ചിട്ട് ഫലേച്ഛയോടു കൂടിയൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരിക. ആ സന്യാസി ധർമ്മം പാലിക്കേണ്ട വിധി മനസ്സിലാക്കിയാൽ തന്നെ ഇങ്ങനെ പക്കാ ബിൽഡിങ്ങുകളും സ്വത്തും ഒന്നും സമ്പാദിച്ചു വെക്കാൻ സന്യാസ യോഗത്തിൽ നിയമമില്ല. വനങ്ങളിലാണ് പൂർവിക ശിഷ്യന്മാരുടെ സന്യാസം സ്വീകരിച്ച് രാജാവ് പോലും സകല രാജ്യവും രാജ്യ സ്വത്തുക്കളും ബന്ധുക്കളും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ്, വനത്തിൽ പോയിട്ടാണ് സകലതും ഉപേക്ഷിച്ചിട്ട് പ്രകൃതിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന പർണശാലകൾ കെട്ടി. അതൊക്കെ രാമായണ കഥയിൽ നിന്നൊക്കെ മനസ്സിലാക്കണം. പ്രകൃതിയെ സ്നേഹിച്ച് എങ്ങനെയാണ് കഴിഞ്ഞുകൂടിയതെന്നൊക്കെ, രാമന്റെ ആ ശ്രേഷ്ഠതയൊക്കെ സന്യാസി യോഗത്തെ എങ്ങനെയാ പാലിച്ചതെന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം അതൊക്കെ ചെയ്യുന്നത് എന്തിനാ? ഈ ആത്മബോധത്തിലേക്ക് എത്തണം. യഥാർത്ഥ മനസ്സിനെ നിയന്ത്രിച്ച് ഈശ്വരീയ അവബോധം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സാധാരണ ഭൗതിക ജീവിതം നയിച്ചാലും അതൊക്കെ സന്യാസ തുല്യമായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നത്. സന്തതി പരമ്പരയെ പോലെ സപ്തർഷികളിൽ നിന്നാണല്ലോ നമ്മൾ തന്നെ ഉണ്ടായത്. അപ്പൊ അവരതനുസരിച്ചുള്ള ആ പ്രകൃതി ബന്ധം ഇല്ലെങ്കിൽ ഭൗതികമായതിൽ രമിച്ച് നടന്നിരുന്നെങ്കിൽ ഇതൊക്കെ ഇന്നത്തെ ഒരു പരമ്പര തന്നെ ഉണ്ടാവില്ല. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഒന്നും ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഭൗതികത പോലും ആത്മീയമായ ഉയർച്ചയിലൂടെ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ ബന്ധനമില്ലാതെ പരമപദ പ്രാപ്തിയിലേക്ക് അനായാസന ജീവിതം നയിച്ചുകൊണ്ട് അനായാസന ശരീരം ത്യജിച്ച് ഈശ്വരിലേക്ക് എത്താൻ സാധിക്കും. അത് ചെയ്യാത്തതിൻ്റെ ആ ഒരു സനാതനമായ ധർമ്മത്തിന്റെ പരിപാലനം മനുഷ്യൻ ചെയ്യാത്തതിന്റെ പരിണതഫലമാണ് ഇന്ന് നിത്യ നരകമാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ നിത്യ നരക. നിങ്ങളൊരു പർച്ചേസിങ്ങിന് ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് സമാധാനത്തോടെ ഒരു സാധനം മേടിച്ചുകൊണ്ട് വരാൻ തന്നെ സാധ്യത. ഇതാണ് നിത്യ നരകം എന്ന് പറഞ്ഞാൽ. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞുകൊണ്ട് ജീവിക്കാത്തതിന്റെ പരിണതഫലങ്ങളാണ് ഇന്നത്തെ സമൂഹം അനുഭവിക്കുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇത് കേൾക്കുന്നവരെങ്കിലും കുറച്ചെങ്കിലും ഇതൊക്കെ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതമെങ്കിലും അനായാസന ജീവിതം കൊണ്ടു നടക്കാൻ സാധിക്കും എന്നതിൽ ഇതൊക്കെ കണ്ടും കേട്ടും ഒക്കെ ഭഗവാന്റെ ലീലകൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിലൊന്നും ടെൻഷൻ അടിക്കാതെ ഒന്നിലും ഇന്റർഫെയർ ചെയ്യാതെ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ആ ശാന്തി സമാധാനം അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കണേ. അത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഈ സത്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനായാസന ജീവിക്കാൻ സാധിക്കും. നമ്മൾ ഒന്നിലും ഇടപെടൽ നടക്കണ്ട, ആരെയും നേരെയാക്കാൻ ശ്രമിക്കണ്ട, ഒന്നിലും നിർബന്ധം പിടിക്കണ്ട. അങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ഈശ്വരനിൽ നിന്ന് വന്നു ഈശ്വരിലേക്ക് എത്തുക. അതിന് നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സ് ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ ശക്തികളെ ഉണർത്തിക്കൊണ്ട് നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചാൽ
അത് തന്നെ ജീവിതം, മനുഷ്യ ജീവിതം ധന്യമാക്കി എടുക്കാൻ നമുക്ക് സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിന് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വേണം എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഞാനെന്ന ബോധത്തെ എനിക്ക് ഉണ്ടാക്കി തരുന്നത്, ആ ഞാനെന്ന ഭാവത്തെ ഉണ്ടാക്കി തരുന്നത് ആ ഗുരുവായൂരപ്പൻ തന്നെയാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ബുദ്ധിയെ ഉറപ്പിച്ച് അതനുസരിച്ചുകൊണ്ട് പഞ്ചമഹായജ്ഞങ്ങൾ അനുസരിച്ചുകൊണ്ട് അനായാസന ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കാം. ബാക്കി നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യഃ സുഖം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം കർപ്പണ്യദോഷോപഗത സ്വഭാവകവൃച്ചാമൃതം ധർമ്മസമൂഢചേതക ശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്യേകം ശാലിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 12-ാം അധ്യായം ഭക്തിയോഗത്തില് 12-ാമത്തെ ശ്ലോകം തൊട്ടാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. 6-ാമത്തെ ശ്ലോകം തൊട്ട് ഒന്നുകൂടി പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗം ആരംഭിക്കാം. ഏതു സർവാണി കർമാണി മയി സന്യസി മൽപര അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാം അഹം സമുദ്ധർത്ത മൃത്യു സംസാരസാഗരാത് ഭവാമിനാ ചിരാത് പാർത്ത മയ്യാവേശിത ചേതസാം. മയ്യേവ മന ആദൽസ മയി ബുദ്ധി നിവേശയാ നിവസ്യക്ഷസ്യ മയ്യേവ അത ഊർത്തം ന സംശയ അത ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാം ഇച്ഛാപ്തം ധനഞ്ജയ. അഭ്യാസേ അഭി അസമർത്ഥോസി മത്കർമ്മ പരമോ ഭവ മദർത്ഥം അഭി കർമാണി കുർവൻ സിദ്ധിം അഭാസ്യസി അഥൈതം അഭി അശക്തോസി കർത്തും ഉദ്യോഗമാശ്രിത സർവകർമ്മ ഫലത്യാഗം തത്കുരും യഥാത്മവാൻ. ഇവിടെ പറയുന്ന ഈ 3-4 മാർഗങ്ങൾ യഥാർത്ഥത്തിൽ ഭക്തിയോഗം ശരിക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. പഠിച്ചിട്ട് വേണം യഥാർത്ഥ ഭക്തിയോഗം ആചരിക്കാൻ. അപ്പൊ ആചരിക്കാൻ ആ ഭക്തിയോഗത്തിലേക്ക്, യഥാർത്ഥ ഭക്തിഭാവത്തിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞ ഈ 3-4 മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചേ മതിയാവൂ. അപ്പോൾ മാത്രമേ യഥാർത്ഥ ഭക്തിയോഗത്തിന്റെ ഗുണഫലങ്ങൾ നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാം. അപ്പൊ ഭഗവാൻ പല മാർഗങ്ങൾ പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് നിരന്തര അഭ്യാസം കൊണ്ട് ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താനായിക്കൊണ്ട് നിരന്തരം ശ്രമിക്കണം എന്ന് പറഞ്ഞു. അതൊരു അഭ്യാസമായിട്ട് കൃത്യനിഷ്ഠാ ഭക്തി, അഭ്യാസം എന്ന് പറഞ്ഞാൽ നിത്യ നൈമിത്യ കർമ്മങ്ങൾ ചെയ്യുന്നത് കൃത്യനിഷ്ഠാ ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി, ഈ 5 ഗുണങ്ങൾ അതിൽ ഉണ്ടായിരിക്കണം. 2 ഫോളോ ചെയ്യാൻ തുടങ്ങിയാൽ ബാക്കി 3 ആ ഭക്തനെ കൊളുത്തി പിടിച്ചോളൂ. അപ്പം 5 ഗുണങ്ങൾക്കും അധിപനായിട്ട് അവൻ മാറും. പിന്നെ ഒരിക്കലും മുടക്കാതെ ഇത് നിലനിർത്താനും സാധിക്കും. പിന്നെ അഭ്യാസം ചെയ്യാനും സാധ്യമല്ല എങ്കിൽ, നിത്യയുക്തമായിട്ട് ഈ പ്രാക്ടീസിൽ തുടരാൻ സാധ്യമല്ലെങ്കിൽ അഭ്യാസമർത്ഥോസി മത്കർമ്മ പരിമോഭവ മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിമവാസ്യസി. അപ്പൊ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞു. എന്ത് കർമ്മം ചെയ്താലും അതൊക്കെ ഭഗവാനുള്ള സമർപ്പണമായിക്കൊണ്ട് ചെയ്യുക, അതും ഒരു മാർഗം. ഇനി അത് സാധ്യമല്ലെങ്കിലോ അദ്വൈതമപി അസക്തോസി കർത്തും ഉദ്യോഗമാശ്രക സർവകർമ്മ ഫലത്യാഗം തത്കുരും യഥാത്മവാൻ. അപ്പോ അത് സാധ്യമല്ലെങ്കിൽ എന്ത് വേണം? സർവകർമ്മ ഫലത്യാഗം, ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക. നിഷ്കാമകർമ്മത്തിലൂടെയും സിദ്ധി നേടാൻ സാധിക്കും, ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താൻ തന്നെ. അപ്പൊ ഈശ്വരനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് മനസ്സംയമനത്തോടെ സർവകർമ്മങ്ങളെയും ഫലേച്ഛയെ ത്യജിച്ചുകൊണ്ട് കർമ്മം ചെയ്താൽ അതാണ് നിഷ്കാമകർമ്മം എന്ന് പറയുന്നത്. ഫലം തനിയെ വരും, അത് നമ്മുടെ യുക്തിസഹജമായിട്ട് ഉപയോഗിക്കാം. അത് തന്നെ ഉപയോഗിക്കുന്നത് യജ്ഞശിഷ്ടത്തെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, 5 ഭാഗ്യ, അതിൽ 5-1 സ്വന്തമായിട്ട് എടുക്കുക. 4 നമ്മൾ കൊടുക്കേണ്ടവർക്കൊക്കെ, ദേവന്മാർക്ക് കൊടുക്കാണ്ടില്ല, ഈശ്വര കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. പിതൃക്കളെ, പ്രത്യേകിച്ചും പിതൃക്കളെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ പിതൃകർമ്മങ്ങൾ, ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യലും മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന കാരണവന്മാരെ യഥാവിധി ആദരിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും പരിരക്ഷിക്കുകയും അവരെ ഒരു തരത്തിലും വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതെ അവരെ സംരക്ഷിക്കണം. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, നമ്മളോട് ചിലപ്പോൾ ശത്രുതാഭാവത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു വ്യക്തിയുടെ ധർമ്മമാണ്, നമ്മുടെ വ്യക്തിപരമായിട്ട് തന്നെ അവരെ ആദരിക്കുകയും ബഹുമാനിക്കാനും ശുശ്രൂഷിക്കാനും എല്ലാവരും ബാധ്യസ്ഥരാണ്. അവരുടെ ജീവിതത്തിൽ ഏത് തരത്തിൽ തെറ്റുക ആസുരീഭാവം പ്രകടമാക്കിയാലും വേണ്ടില്ല, നമ്മൾ ആ ആസുരീഭാവത്തെ അതേ ഭാവത്തിൽ നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ അതുകൊണ്ട്
കാരണവന്മാർ, നമ്മളീ പ്രായം കൂടിയവരെ, പിതൃക്കള സ്ഥാനീയരായവരെ, അവരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് സാധിച്ചു കൊടുക്കുക എന്നുള്ളത് പുത്രന്മാരുടെയും പുത്രിയുടെയും ധർമ്മമാണെന്നർത്ഥം. അതാണ് യജ്ഞം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠം അതാ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ ഇഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം. മരിച്ചു കഴിയുമ്പം ഇല്ലേ, അവരുടെ കാലം കഴിയുമ്പോൾ അന്ത്യകർമ്മങ്ങളും ഇല്ലെങ്കിൽ അതുപോലുള്ള അവരുടെ സാധാതി കർമ്മങ്ങളും ഒക്കെ ചെയ്യണം എന്നുള്ളതും ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷെ ഏറ്റവും പ്രാധാന്യം ജീവിച്ചിരിക്കുന്ന കർണവന്മാരെ യഥാവിധി സംരക്ഷിക്കുക എന്നുള്ളത്. അവരിൽ നിന്ന് ഏത് തരത്തിലുള്ള അപരാധങ്ങൾ ഉണ്ടായാലും വേണ്ടില്ല, അതെല്ലാം മറന്നുകൊണ്ട് അവരുടെ, പ്രത്യേകിച്ചും വയസ്സായി ആരും ആശ്രയമില്ലാതെ ഇരിക്കുന്നവരെ സംരക്ഷിക്കുക എന്നുള്ളത് പുത്രന്റെയും പുത്രിയുടെയും ധർമ്മമാണ്. അത് ചെയ്തില്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ദുഃഖത്തെക്കാൾ കൂടുതൽ ഇരട്ടി ദുഃഖം ഈ നമ്മൾ തന്നെ വയസ്സാകുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. യാതൊരു സംശയവുമില്ല. കൊടുത്താൽ കൊല്ലത്തിൽ കിട്ടുമെന്ന് പറയുന്ന ശാസ്ത്രം ഓർത്തിരിക്കുക എന്നർത്ഥം. ഇതൊക്കെ വെറുതെ പഴഞ്ചൊല്ലാണെങ്കിലും അതിൽ പതിരില്ല എന്ന് പറഞ്ഞാലും പതിരില്ലെങ്കിൽ പിന്നെ കതിരല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൽ ഏതാണ് ശ്രേഷ്ഠം എന്ന് ഭഗവാൻ പറയാം. ഈ 3-4 മാർഗങ്ങൾ, അവ്യക്തോപാസനയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ആദ്യം തന്നെ പറഞ്ഞു. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് അഭ്യാസം ചെയ്യണം. അഭ്യാസം ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ സർവകർമ്മങ്ങളും ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യുക. അതും ശക്തനല്ല എങ്കിൽ ഫലേച്ഛ വെടിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യുക. ഈ 3-4 മാർഗങ്ങളിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നതാണ് 12ാമത്തെ ശ്ലോകം. ശ്രേയോഗി ജ്ഞാനം അഭ്യാസാൽ ധ്യാനം വിശിഷ്യതേ ധ്യാനാർ കർമ്മ ഫലത്യാഗാചാന്തിരനന്തരം. അഭ്യാസത്തെക്കാൾ, അതായത് ധ്യാനരഹിതമായ അഭ്യാസത്തെക്കാൾ ശ്രേഷ്ഠം ജ്ഞാനം ശ്രേഷ്ഠമാകുന്നു. ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠം ധ്യാനമാകുന്നു. ധ്യാനത്തെക്കാൾ ശ്രേഷ്ഠം കർമ്മഫലത്യാഗമാകുന്നു. കർമ്മഫലത്യാഗത്തിൽ നിന്ന് വൈകാതെ ശാന്തി അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ ഇതിലേതാണ് ശ്രേഷ്ഠം എന്ന് പറയാണ്. നിരന്തരം അഭ്യാസം ചെയ്യാൻ പറഞ്ഞ എന്തിനാ? ജ്ഞാനം നേടാൻ മാത്രം. ജ്ഞാനം ലഭിക്കഴിഞ്ഞാൽ പിന്നെ അഭ്യാസത്തിന് പ്രാധാന്യമില്ല, ജ്ഞാനത്തിനാണ് പ്രാധാന്യം. ഇനി ജ്ഞാനം ശ്രേഷ്ഠമാണെന്ന് പറയാനതാ. ഇനി ജ്ഞാനം നേടിയാലും പിന്നെ അതേപ്പറ്റി ചിന്തിക്കണം. അതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. എന്താണോ അറിവ് നമുക്ക് കിട്ടിയത്, ആ അറിവ് വെച്ചുകൊണ്ട് പെരുമാറാൻ സാധിക്കണമെങ്കിൽ അതേപ്പറ്റി വിശകലനം, വിപരീത ബുദ്ധിയോടെ ആണെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കണം. ഈ ചിന്തനത്തിനാണ് ധ്യാനം എന്ന് പറയുക, അല്ലാതെ ഒരു പ്രത്യേക ഭാവമൊന്നും അല്ല. അതായത് ധാരമുറിയാതെ ഒഴുകുന്ന എണ്ണ പോലെ ഒരേ വിഷയത്തെ പറ്റി ചിന്തിക്കാൻ സാധിക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാനെ പറ്റി ചിന്തിക്കുന്നതാണ് ധ്യാനം. അതേപോലെ യഥാർത്ഥ ജ്ഞാനം, ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ശക്തി നിരന്തരമായ അഭ്യാസം കൊണ്ട് എക്സ്പീരിയൻസ് നോളജ് കിട്ടും എന്നർത്ഥം. അനുഭവജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം. ആ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അഭ്യാസങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യവും ഇല്ലാതെ വരും. കാരണം നമുക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത് ചെയ്തിട്ടാ അത് ചെയ്തിട്ടാന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിന് പ്രാധാന്യമില്ല. അത് നമുക്ക് മാർഗദർശനത്തിന് വേണ്ടിയിട്ട്, ഇപ്പൊ ഞാൻ തന്നെ 18 വർഷമായിട്ട് ചെയ്യുന്ന സാധനയുടെ ബലമാണ് ഈ അറിവ് എനിക്ക് കിട്ടിയത്. അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ കർമ്മങ്ങളെല്ലാം അകർമ്മഭാവത്തിലേക്ക് പോയി. നമ്മൾ എന്തൊക്കെ സാധന, എന്തൊക്കെ ക്ലേശങ്ങൾ ശരീരം കൊണ്ട് തെച്ചോ, എന്തൊക്കെ പ്രതികരണങ്ങളോ അല്ലെ ത്യാഗങ്ങളോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, അതിന് പ്രാധാന്യമില്ല. പിന്നെ ജ്ഞാനത്തിനാ, അതുകൊണ്ട് കിട്ടിയ സിദ്ധിക്കാണ് പ്രാധാന്യം. അപ്പൊ ജ്ഞാനത്തിന് പ്രാധാന്യം ശ്രേഷ്ഠമെന്ന് പറയുന്നു. കാരണം നിരന്തരമായിട്ടുള്ള അഭ്യാസം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ പരിശ്രമം ചെയ്യിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം ശക്തികളിൽ, ആ ശക്തികളാണ് കൈകൾ. ആ കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിൽ അയച്ചതീശൻ. അപ്പം ആ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന ഈ ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ശക്തിയെ നമുക്ക് യഥാവിധി ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, അത് സജീവമാക്കി എടുക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്, മനസ്സുകൊണ്ട് ചെയ്യേണ്ട തപസ്, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്, ഈ തപസ്സിനെയാണ് അഭ്യാസം എന്ന് പറയുന്നത്. ഇത് വല്ലപ്പോഴും ഒരിക്കൽ ചെയ്താൽ കാര്യമില്ല. പുസ്തകജ്ഞാനം കൊണ്ട് ഇതൊക്കെ കാണാപ്പാടം പഠിച്ചിട്ടിരുന്നാൽ ഒന്നും ഒരു കാര്യമില്ല. ഭക്തിയോഗം മുഴുവൻ കാണാപ്പാടം പഠിച്ചു, ഞാനത് ദിവസവും ചൊല്ലുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് നിത്യമായിട്ട് പ്രായോഗിക തലത്തിൽ എത്തിക്കണം. അതിന് അഭ്യാസം ചെയ്യണം, അഷ്ടാംഗയോഗം അനുസരിക്കണം. ആ ഭാഗവതത്തിൽ പറയുന്നുണ്ട് അഷ്ടാംഗയോഗം. ഗീതയിൽ 5-6 അധ്യായം അഷ്ടാംഗയോഗമാണ്. പട്ടതിരിപ്പാട് നാരായണീയം പറയുമ്പം അഷ്ടാംഗയോഗം ഒരു അധ്യായം തന്നെ, ഒരു ദശകം തന്നെ പറയുന്നുണ്ട്. 4ാമത്തെ ദശകത്തിൽ അഷ്ടാംഗയോഗമാണ് പറയുന്നത്.
അപ്പോൾ ഭഗവത് പ്രാപ്തിയും അഷ്ടാംഗ യോഗത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പം അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത് നിത്യ നൈമിത്തിക കർമ്മമായിട്ട് മനുഷ്യൻ ആചരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ചെയ്യുന്നതാണ് അഭ്യാസം എന്ന് പറയുന്നത്. അതൊക്കെ ചെയ്യുന്നത് എന്തിനാ? യഥാർത്ഥ ജ്ഞാനം. അത് ജ്ഞാനം നേടണമെന്ന് ഫലേച്ഛ ഇല്ലാതെ തന്നെ അത് ചെയ്തോളൂ. പക്ഷെ ഒരു ഘട്ടത്തിൽ നമുക്ക് ജ്ഞാനം തന്നെ ലഭിക്കും. ആ ജ്ഞാനം ലഭിച്ചാലോ പിന്നെ ധ്യാനം ചെയ്യണം. അഥവാ ആ കിട്ടിയ അറിവ് വെച്ചിട്ട് നമ്മൾ എല്ലാ കാര്യത്തിലും ചിന്തിച്ചു കൊണ്ട് പെരുമാറണം. ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള അറിവാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം. അത് എക്സ്പീരിയൻസ്ഡ് നോളജാണ്. അത് അനുഭവത്തിൽ നിന്ന് പഠിക്കാതെ പുസ്തകജ്ഞാനം കൊണ്ടോ ഞാൻ പറയുന്നത് കേട്ടത് കൊണ്ടോ ഒന്നും കാര്യമില്ല. കേട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ പ്രായോഗിക തലത്തിൽ എത്തിക്കണം. ഇതാദ്യം നിങ്ങൾ പ്രയോഗിക്കേണ്ടത്, നിങ്ങൾ ജപതപാദികൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈശ്വരനെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈശ്വര കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമെങ്കിലും ഒന്ന് ഉപയോഗിക്കൂ. അത് ഫലേച്ഛയില്ലാതെ അർപ്പണബോധത്തോടെ ഭക്തിഭാവത്തിൽ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ടൊരു ശ്രമം നടത്തുന്നതാണ് അഭ്യാസം എന്ന് പറയുന്നത്. മുടങ്ങാതെ തൻ്റെ സ്വഭാവത്താൽ ഇല്ല താനായിട്ട് മുടക്കാതെ ചെയ്യുന്ന ഒരു കർമ്മം നിത്യമായിട്ട് ചെയ്യും. അതിൽ തന്നെ വ്രതാനുഷ്ഠാനങ്ങളിൽ നൈമിത്തികമായിട്ടും ചെയ്യേണ്ടതുണ്ട്. ഏകാദശി നോക്കുക, വാവ് ഒരിക്കൽ എന്നൊക്കെ പറയുന്ന ഇങ്ങനെയുള്ള തിങ്കളാഴ്ച നോയമ്പ്, ശനിയാഴ്ച നോയമ്പ്, നമ്മൾ ഓരോ ഉപാധികൾ വെച്ചിട്ട് ദിവസങ്ങൾ നിശ്ചയിച്ച് ചെയ്യുന്നുണ്ടല്ലോ. മാസത്തിൽ ഒരിക്കലോ ആഴ്ചയിൽ ഒരിക്കലോ വർഷത്തിൽ ഒരിക്കലോ ഒക്കെ ചെയ്യുന്നതിനെയാണ് നൈമിത്തിക കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിത്യകർമ്മം എന്ന് പറഞ്ഞാൽ ഈ കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ത്യാഗ മനസ്ഥിതി എന്ന് പറയുന്നത് 5 ഗുണങ്ങൾ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഊണിലും ഉറക്കത്തിലും ഉപയോഗിക്കേണ്ടതാണ്. അതാണ് അഭ്യാസം എന്ന് പറയുന്നത്. അത് ശ്രേഷ്ഠമായാൽ മാത്രമേ നമുക്ക് നൈമിത്തിക കർമ്മത്തിലും ശ്രേഷ്ഠത വരുത്താൻ സാധിക്കൂ. ഇല്ലെങ്കിൽ മറന്നുപോയി എന്നൊക്കെ പറയും ഇല്ലേ? ഏകാദശി നോക്കുന്ന ആള് അയ്യോ ഇന്ന് ഏകാദശിയായിരുന്നു മറന്നുപോയി. അങ്ങനെ ഒക്കേഷനിൽ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ പോലും മറന്നുപോകും. കാരണം എന്താ? മറവി എന്ന് പറയുന്ന ഗ്രാഫിക് പവറും മെമ്മറി പവറും തമ്മിൽ കണക്റ്റഡാണ്. അപ്പൊ നിരന്തരം അഭ്യാസം ചെയ്യുന്ന ആൾക്ക് ഇതൊക്കെ ഓർമ്മ വയ്ക്കാൻ സാധിക്കും. നമ്മുടെ മെമ്മറി പവറും ഗ്രാഫിക് പവറും ഒക്കെ തന്നെ കൂടും. അപ്പൊ അതിൽ നിന്ന് ആ ജ്ഞാനം ലഭിക്കുക, പൂർവ്വജന്മ ജ്ഞാനം വരെ ലഭിക്കും. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയധികം ജന്മങ്ങൾ എടുക്കേണ്ടി വന്നത്? ആ ജന്മങ്ങളുടെ കഥയിൽ നിങ്ങൾ ആരെയും പറഞ്ഞു ബോധവൽക്കരിക്കാനൊന്നും ശ്രമിക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളെ കർമ്മത്തെ ശുദ്ധീകരിക്കാൻ അത് ആവശ്യമാണ്. കാരണം എന്താ? നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ബാക്കി വെച്ചതുകൊണ്ടാണല്ലോ വീട്ടിൽ വന്ന് ജനിക്കേണ്ടി വന്നത്. അപ്പൊ ബാക്കി വെച്ചത് എന്തൊക്കെ കണ്ടുപിടിക്കുക, അത് പൂർത്തീകരിക്കുക. അപ്പൊ അതേപറ്റി ചിന്തിക്കണം. അതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആത്മജ്ഞാനം ലഭിച്ചാൽ തന്നെ ആത്മജ്ഞാനത്തിലൂടെ പൂർവ്വജന്മ കർമ്മങ്ങളെ പറ്റിയും നമ്മുടെ ഈ വീണ്ടും വീണ്ടും ജനിക്കാനുള്ള കാരണം എന്താണെന്നും അതിനെ എങ്ങനെ ശുദ്ധീകരിക്കാമെന്നും അതിന്റെ ഗുണദോഷങ്ങളും ഗതിവിഗതികളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ശരീരത്തോടു കൂടി ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി അത് പൂർത്തീകരിക്കാൻ കൂടെ വേണം. അപ്പോഴേ കർമ്മശുദ്ധി വരും, അപ്പോഴേ ബന്ധനമില്ലാതെ വരും. ഒരു കർമ്മവും ബാക്കി വെക്കാത്ത അവസ്ഥയിലേക്ക് എത്തണം. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. ആ ഒരു കർമ്മവും ബാക്കി വെക്കാത്ത തലത്തിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പൂർവജന്മാർജിതമായിട്ടുള്ള കർമ്മബന്ധനങ്ങൾ തീർക്കുകയും വേണം. പുതിയതായിട്ടൊന്നും ശേഖരിക്കാനും പാടില്ല. അതിനുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒരു മാർഗമാണ് കർമ്മഫലത്യാഗം. അതാണ് കർമ്മഫലത്യാഗത്തിന് ശ്രേഷ്ഠത ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് പുണ്യവും ഉണ്ടാകരുത്, പാപവും ഉണ്ടാകരുത്. അതാണ് ഫലത്യാഗം. അതായത് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്താൽ പിന്നെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പവിത്രത വരും, ഓട്ടോമാറ്റിക്കായിട്ട് പവിത്രത വരും. ഫലേച്ഛയില്ലാതെ ചെയ്താൽ മതി. ഫലം കിട്ടുന്നത് നിങ്ങൾ ഉപയോഗിച്ചോളൂ. അത് കിട്ടുന്നതിന് മുമ്പ് ഒരു മുൻകൂർ വിധിയോടുകൂടി കർമ്മത്തെ അനുഷ്ഠിക്കരുതെന്നാ പറഞ്ഞത്. അതായത് എനിക്ക് ഇന്നത് കിട്ടണം, ഇല്ല ഇന്നതൊക്കെ സംഭവിക്കണം, ഇന്നതായിരിക്കണം, ഇന്നതാണ് എൻ്റെ പ്രതീക്ഷ. അതായത് ഈശ്വരനിൽ നിന്ന് പോലും പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കർമ്മവും ചെയ്യരുത്. അതാണ് ശ്രേഷ്ഠമായ കർമ്മഫലത്യാഗം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നമുക്ക് യഥാർത്ഥ ഫലം ലഭിക്കുക. അവിടെയാണ് യോഗക്ഷേമം ലഭിക്കുക. കാരണം നമ്മുടെയൊക്കെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. നമ്മൾ ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ അത് മാത്രം തരും. അതിലും ആത്മാർത്ഥ ഭക്തിയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിഷ്ട കാര്യങ്ങൾ ആദ്യം സേവിച്ച് നമ്മൾ എന്ത് ഇഷ്ടഭോഗങ്ങളെ തരുന്നു പോകാൻ പറഞ്ഞല്ലോ. ദേവാൻ ഭാവയതാൻ ഏനദേവ ഭാവയന്തുവാഹ പരസ്പരം ഭാവയന്തക ശ്രേയ പരമവാപ്സ്യതാന്നും ഭഗവാൻ തന്നെ പറഞ്ഞല്ലോ.
9-ാം അധ്യായത്തിൽ ഒന്നുകൂടി പറഞ്ഞു. എന്താ? അനന്യാ ചിന്തയന്തോ മാം യേജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യകം. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകേണ്ട വിധത്തിൽ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫലേച്ഛ എന്ന് പറയുന്നത് ഇല്ലാതെ തന്നെ കർമ്മം ചെയ്യാൻ സാധിക്കും. ഒന്നും ഇച്ഛിക്കാതെ. ഇപ്പൊ ആദ്യം ഞാൻ പറഞ്ഞത് നിങ്ങളിത് പരീക്ഷിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് വിളക്ക് വെക്കുന്നതും ഇല്ലെങ്കിൽ 10 നാമം ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് ജപിക്കുന്നതും എനിക്ക് ഇന്നത് കിട്ടണം എന്നുള്ള മുൻവിധിയോടുകൂടി ചെയ്യാതിരിക്കുക. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഞാൻ ഇതൊക്കെ എന്തിനു ചെയ്യണു, ആരെങ്കിലും ചോദിക്കുകയും ചെയ്യും ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു എന്നിരിക്കും. അതൊക്കെ നമ്മളെ വികലത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് അവർ ചോദിക്കുന്നതോട് ചോദിച്ചോട്ടെ, ഒരു ചെവികട കേട്ടിട്ട് മറ്റേ ചെവികട വിട്ടേക്കാം. പക്ഷെ ഒരു ഫലേച്ഛയും ഇല്ലാതെ നമ്മോട് ചെയ്യാം. കിട്ടാതെ എങ്ങനെ കൊടുക്കുക? പലതരത്തിലാണ്. ഞാനിതൊക്കെ ശരിക്കും അനുഭവിച്ചതാ. പക്ഷേ ഈ പൂർവജന്മാർജിതമായിട്ടുള്ള കർമ്മവാസന എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഉപനയനം കഴിഞ്ഞ ആ പൂജയൊന്നും കൃത്യമായിട്ട് പഠിക്കാനോ പഠിപ്പിക്കാനോ ഉള്ള അവസരം ഉണ്ടായില്ലെങ്കിൽ തന്നെ ആരെങ്കിലും വിളിച്ചാൽ തന്നെ നമ്മൾ അവിടെ പോയിട്ട് അത് ചെയ്തു കൊടുക്കും. നമുക്കറിയാവുന്ന പോലെ ചെയ്തു കൊടുക്കുള്ളൂ എന്ന് ആദ്യം തന്നെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ പറയായിരുന്നു. എനിക്കറിയാവുന്ന പോലെ ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് ചെയ്തു കൊടുത്തിട്ട് അവരെന്തെങ്കിലും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല പോയി ചെയ്യണം. എനിക്ക് ഇന്നത് കിട്ടണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ചെയ്യണത്. അങ്ങനെ ഒരു മനോഭാവം എനിക്ക് ഉണ്ടായിരുന്നു. എനിക്കിപ്പം ഞാൻ കൃത്യമായിട്ട് മനസ്സിലാവുന്നു. ഇത് മാത്രമല്ല, അവിടെ അങ്ങനെയുള്ള കർമ്മം ചെയ്തിട്ട് കിട്ടുന്നത് പോലും കുടുംബത്തിൽ ദാരിദ്ര്യമാണെങ്കിൽ പോലും വേണ്ടില്ല, അത് ആ കമ്മിറ്റിക്കാർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് പോകുന്ന അനുഭവം എനിക്ക് ഉണ്ട്. അതിന്റെ ആ ശ്രേഷ്ഠത ഇന്നും ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും കാര്യം ആ ക്ഷേത്രത്തിൽ കാര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരെന്നെ വിളിച്ചു പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ആ കമ്മിറ്റിക്കാർ ഇന്നും എന്നോട് പറയുന്നു, ആ ക്ഷേത്രവും ആ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലവും തിരുമേനിയെ ഏൽപ്പിക്കാൻ ഞങ്ങൾ, തിരുമേനിക്ക് ഒരു വീടും വെച്ച് തരാം, തിരുമേനി അവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോടുള്ള അനുഭവം പറയണം. 12, 15, 16 വയസ്സുള്ള സമയത്ത് ആ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് തറ പോലും ഇല്ലാതെ കിടന്നിരുന്ന ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് പൂജ കഴിച്ചു കൊടുത്തിട്ട് അവിടെ കിട്ടിയിരുന്ന പൈസ ദക്ഷിണ എന്ത് തന്നോ അത് അവർക്ക് തന്നെ സമർപ്പിച്ചിട്ട് പോകുന്ന അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ടാണ് സർവകൽമ ഫലത്യാഗം അന്നു മുതലേ ജന്മവാസനയിൽ എനിക്ക് പൂർവജന്മാർജിതമായിട്ട് ഉണ്ടായത് കൊണ്ടാണല്ലോ അത് ചെയ്യാൻ തോന്നിയത്. ഇതേപോലെ പല സ്ഥലത്തും ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ, കേരളത്തിന് പുറത്ത് വരെ പോയിട്ട് ഒരു അമ്പലത്തിലെ ശാന്തിക്ക് ആളില്ല, അത് പൂജാരിയായിരുന്നു, ബംഗാളിയായിരുന്ന ആൾക്ക് പോലും അത് കഴിക്കാൻ പറ്റാതെ എന്തോ മുടക്കം വന്നിട്ട് പോയി. അപ്പം ഈ അയ്യപ്പന്റെ ഒരു അമ്പലമായിരുന്നു. എന്നെ പരിചയമുള്ള മലയാളികളൊന്ന് പറഞ്ഞു, തിരുമേനിക്ക് എന്തെങ്കിലും വന്നിട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ അവിടെ പോയി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവസാനം അവരെ കമ്മിറ്റിക്കാരെ എൻ്റെ പ്രവർത്തനങ്ങൾ അവിടുത്തെ രീതികൾ കണ്ടിട്ട് ഒരാഴ്ചയൊക്കെ പോയി കഴിച്ചുള്ളൂ. പക്ഷേ ആ സമയത്ത് എൻ്റെ ട്രാൻസ്ഫർ വരെ നിർത്തിക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ അത് തിരുമേനി ഇവിടെ തന്നെ നിൽക്കേണ്ട ആളാന്നൊക്കെ പറഞ്ഞിട്ട് അതിനു വേണ്ടി ശ്രമിച്ച കമ്മിറ്റിക്കാർ വരെ ഉണ്ട്. അപ്പം ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടോ ഇതെന്ത് കിട്ടണം എന്ന് വിചാരിച്ചിട്ടോ ഒന്നും അല്ല ചെയ്തിട്ടുള്ളത്. അപ്പം സർവകർമ്മ ഫലത്യാഗമാണ് ശ്രേഷ്ഠം എന്ന് ഇന്ന് ഗീത പഠിക്കും. അന്ന് ഞാൻ ഗീത പോലും പഠിച്ചിട്ടില്ല. ആ ഗീത പഠിക്കാതെ ചെയ്ത കർമ്മത്തിന്റെ ശ്രേഷ്ഠത ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു. എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. എത്ര പറ്റാത്ത സ്ഥാനങ്ങളിൽ വരെ എനിക്ക് പ്രതീക്ഷയില്ലാത്ത, ഇല്ലെങ്കിൽ എനിക്കിതൊന്നും സാധിക്കില്ല എന്ന് വിചാരിച്ച സ്ഥാനമാനങ്ങൾ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈവൻ രാഷ്ട്രപതിയുടെ വരെ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് ഞാൻ പട്ടാളത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത്. ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സംഭവിച്ചത്. അപ്പൊ സർവകർമ്മ ഫലത്യാഗമാണ് ശ്രേഷ്ഠമെന്ന് ഈ ഭക്തിയോഗത്തിൽ ഈ 4 കാര്യങ്ങളിൽ ശ്രേഷ്ഠത എന്താണെന്ന് ഭഗവാൻ പറയുമ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഇത് സാക്ഷാത്കരിച്ച് അനുഭവിച്ച ആളാണ്. അപ്പൊ ഏറ്റവും വലിയ ഫലേച്ഛ ഇല്ലാതെ ഈശ്വര കാര്യങ്ങളെങ്കിലും ഒന്ന് ചെയ്യൂ. ബാക്കിയുള്ളത് നിങ്ങൾ ജോലിക്ക് പോയിട്ട് ശമ്പളം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പണിയെടുക്കണം എന്നൊന്നും അല്ല ഉദ്ദേശിക്കേണ്ടത്. ഒരു പണിയെടുത്താൽ അതിന്റെ കൂലി കിട്ടണം, അത് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ഇതിനു വേണ്ടിയിട്ട് അവകാശം പറയരുത്. ഇല്ലെങ്കിൽ എനിക്ക് ഇന്നത് കിട്ടണം എന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ആ ഒരു ഇച്ഛയോടുകൂടി ചെയ്യാതിരിക്കാനാ പറയുന്നത്. അതിൽ നിങ്ങൾക്ക് അനുഭവത്തിനെ പെട്ടെന്നൊന്നും ഫലം കിട്ടിയെന്നിരിക്കില്ല. കുറച്ച് കാലക്രമത്തിൽ എൻ്റെ ജീവിതത്തില് 42 വയസ്സിന് ശേഷം പഠിക്കാത്ത കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാത്ത കാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങിയത് ഈ പൂജയൊക്കെ പഠിച്ച് വിസ്തൃത തന്ത്രശാസ്ത്രം അനുസരിച്ച് പൂജ കഴിക്കുന്നവർക്ക് പോലും കിട്ടാത്ത ഒരു സിദ്ധിയാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്.
അത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഗുരുവായൂരപ്പന്റെ സാന്നിധ്യത്തിൽ തന്നെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത് അത് ചിന്ത കൊണ്ടും ഈ ശ്രേഷ്ഠത എന്ന് പറയുന്ന ഈ 4 ശ്ലോകങ്ങളിൽ പറയുന്ന കാര്യം ചെയ്ത് അതിന്റെ അനുഭവത്തിലാണ് ഞാനിപ്പോ. എന്നാലും പൂർണ്ണമായും പഠിച്ചോ? ഇനിയും പലതും പഠിക്കാനുണ്ട്. നമ്മളൊരംശം, ഭഗവാൻ പറയുന്നതിന്റെ ഒരു അംശം മാത്രമേ അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ. ഏകാംശേന സ്ഥിതോ ജഗത്തെന്ന് വിഭൂതി യോഗയിൽ ഭഗവാൻ പറഞ്ഞല്ലോ. നമ്മൾ ഒരംശം എന്തെങ്കിലും ഭഗവാന്റെ സത്യത്തെ മനസ്സിലാക്കിയാൽ അത് തന്നെ ഒരംശം മാത്രമാണ്. ഭഗവാനെ പോലെ പൂർണ്ണനാകാൻ ആർക്കും സാധ്യമല്ല. അപ്പം ഭഗവാൻ പറഞ്ഞത് ശ്രേയോഹി ജ്ഞാനം അഭ്യാസ ജ്ഞാനാധ്യാനം വിശിഷ്യതയെ ജ്ഞാനാത് കർമ്മ ഫലത്യാഗ ത്യാഗ ചാന്ദിര അനന്തരം എന്ന് ഈ 4 മാർഗങ്ങളും ഉപയോഗിച്ചു എന്നർത്ഥം. അതായത് നിരന്തരം 18 വർഷമായിട്ടുള്ള സാധനാബലമുണ്ട്. അഭ്യാസം ചെയ്തു. ആ അഭ്യാസത്തിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് ആത്മജ്ഞാനം കിട്ടി. ആത്മജ്ഞാനത്തിൽ നിന്നാണ് ബ്രഹ്മജ്ഞാനത്തിലേക്ക് പ്രവേശിച്ചത്. അതും ബ്രഹ്മജ്ഞാനിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണത വന്നോ? ഇല്ല. കാരണം സന്യാസ യോഗത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അത്രയ്ക്ക് പാത്രത വന്നിട്ടില്ല. വാനപ്രസ്ഥത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ പൂർണ്ണനായിട്ടില്ല. അപ്പൊ എന്തായാലും ഈ 3 ഗുണങ്ങളെ, സത്വരജ തമോ ഗുണങ്ങളെ ഏതാണ്ട് തുലനാവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ മായയെ ജയിക്കാൻ സാധിക്കും. തുല്യമായിട്ട് 3ൽ നിന്ന് ആർക്കും മുക്തനാകാൻ സാധിക്കുമല്ലോ. നമുക്ക് ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ 3 ഗുണങ്ങളും വേണം. ഗുണാതീത ഭാവത്തിലേക്ക് എത്തണമെങ്കിലോ അത് ബ്രഹ്മപ്രാപ്തിയിലേക്ക് എത്തുമ്പോഴേ ഗുണാതീതനായിത്തീരും. പക്ഷെ ഈ 3 ഗുണങ്ങളും വേരിയേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ 3 ഗുണങ്ങളെയും വേരിയേഷൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തുല്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എപ്പോഴേത് ഗുണമാണോ നമുക്ക് ആവശ്യമായി വരുന്നത് അതിനെ ഉപയോഗിക്കാൻ തക്കവണ്ണം നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ സാധിക്കണം. അതാണ് അഭ്യാസം കൊണ്ട് നമ്മൾ നേടേണ്ടത്. അതിനും ആ ഗുണങ്ങളെപ്പറ്റി ജ്ഞാനമുണ്ടായിരിക്കണം. ആ ജ്ഞാനം ലഭിച്ചാലോ ആ ജ്ഞാനത്തെ ത്രിഗുണാത്മകമായിരിക്കുന്ന മായാപ്രബന്ധമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ചലനങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ഈ 3 ഗുണങ്ങളെ അഭ്യാസം ചെയ്ത് ജ്ഞാനമായിട്ട് സ്വീകരിക്കണം. ആ ജ്ഞാനത്തെ പറ്റി ചിന്തിക്കണം. ഒരു ദിവസത്തിൽ തന്നെ നമ്മുടെ സ്വഭാവത്തിൽ ഈ 3 ഗുണങ്ങൾ നമ്മളിൽ എങ്ങനെ ഏതെല്ലാം തലത്തിൽ നമ്മളെ ചലിപ്പിക്കുന്നു, നമ്മുടെ സ്വഭാവത്തില്, ചിന്തയില്, വാക്കില്, പ്രവൃത്തിയില് എങ്ങനെയൊക്കെയാണ് അത് പ്രകടമാകുന്നത് എന്ന് കണ്ടുപിടിക്കണം. അത് നമ്മളെ എങ്ങനെ, ഏത് സമയത്ത്, എപ്പോൾ, ഏത് ഗുണം നമ്മുടെ ഗുണത്തെ ഇല്ലെങ്കിൽ പ്രകൃതി ഗുണത്തെ നമ്മൾ ഉപയോഗിക്കണം. ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. അതായത് പ്രകൃതിയോട് ചേർന്നുകൊണ്ട് ജീവിക്കണമെങ്കിൽ പ്രകൃതി ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രകൃതിയിൽ നിന്ന് വിരുദ്ധം ഒഴുക്കിനെതിരെ ഒരിക്കലും നീന്തരുത്. ശ്രേഷ്ഠത വരില്ല. അതുകൊണ്ടാണ് കിട്ടിയ ജ്ഞാനത്തെ ചിന്തിക്കണം. ധ്യാനം ശ്രേഷ്ഠമാണെന്ന് പറയേണ്ടത്. വെറുതെ ഞാനിതൊക്കെ പഠിച്ചിട്ട് ഇരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പഠിച്ചത് ഉപയോഗിക്കാൻ പഠിക്കണം. അതിനെ ചിന്തിക്കണം. അതനുസരിച്ച് ചിന്തിക്കണം, പറയണം, പ്രവർത്തിക്കണം. അതിനെ ശരീരം കൊണ്ട് ഉപയോഗിക്കണം, മനസ്സുകൊണ്ട് ഉപയോഗിക്കണം, വാക്കുകൊണ്ട് ഉപയോഗിക്കണം. അപ്പൊ അതിന് തക്കവണ്ണം നമ്മൾ ചിലതൊക്കെ കണ്ടെത്താനുള്ള അവസരമാണ് ധ്യാനം ശ്രേഷ്ഠമാണ് എന്ന് പറയാൻ കാരണം. ഇനി ധ്യാനത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഈ പറയുന്ന അഭ്യാസവും വേണ്ട, ഈ പറയുന്ന ജ്ഞാനം ആർജിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതും വേണമെന്നില്ല, പിന്നെ അതേപ്പറ്റി ചിന്തിക്കുകയും വേണ്ട. ഒരു ചിന്തയില്ലാതെ നിങ്ങൾ എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അതൊക്കെ ഫലേച്ഛയില്ലാതെ ചെയ്താൽ അത് നിങ്ങളെ ഭഗവാനിലേക്ക് എത്തിക്കും. ഇത് കൂടുതൽ എളുപ്പമാർഗം എന്താ ഭഗവാൻ പറയണ്ടേ? പക്ഷെ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പരാജയത്തിന്റെ പ്രധാന കാരണം ഈശ്വര ഭജനം പോലും അഭിഷ്ടസിദ്ധിക്കായിക്കൊണ്ടാണ്. എന്തൊക്കെ ആഗ്രഹങ്ങളും പരാതിയും കുറ്റവും പറഞ്ഞുകൊണ്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ എനിക്ക് അത് സാധിക്കണം, ഇത് സാധിക്കണം. ഇപ്പം ഭട്ടതിരിപ്പാട് 100 ദിവസം മെനക്കെട്ടിരുന്ന് എഴുതിയപ്പോഴും ഈ മനുഷ്യന്റെ തനി സ്വഭാവമാണ് ഭട്ടതിരിയിലൂടെ അവിടെ പ്രകടമായതെന്നർത്ഥം. കാരണം എന്താ? അത് നമ്മളെ തിരിച്ചറിയാൻ നമ്മൾ ധാരാളിയൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ ഫലം എന്താണെന്ന്, ഇല്ലെങ്കിൽ എന്തായിരുന്നു ഭക്തന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പം സാധാരണ ഒരു മനുഷ്യൻ ബ്രാഹ്മണനായിട്ട് കൂടി ഫലേച്ഛയോടുകൂടിയാണ് അദ്ദേഹം, കാരണം എനിക്ക് രോഗമുക്തി നേടണമെന്ന് ഓരോ ദശകം അവസാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെന്നർത്ഥം.
അപ്പൊ ഇത്തരത്തിൽ അവിഷ്ടസിദ്ധിക്കായിക്കൊണ്ടാണ് ഭഗവാൻ പ്രാർത്ഥിക്കുന്നത്, അല്ലെ ഭഗവാന്റെ അടുത്ത് പോയി ഭജന ഇരിക്കുന്നതും എന്തെങ്കിലും ചെയ്യുന്നതും എന്ന് മനുഷ്യന്റെ തനി സ്വഭാവം മായയിൽ പ്രകടമാക്കിയിരിക്കുന്ന മനുഷ്യൻ പ്രകടമാക്കുന്ന ആ സ്വഭാവത്തെയാണ് അവിടെ പ്രകടമാക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയല്ല ചെയ്യുന്നത്, പക്ഷെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ സർവകർമ്മ ഫലത്യാഗ മനോഭാവത്തോടെയാണ്. നമ്മൾ ഭഗവാന്റെ നാമത്തിൽ എന്ത് ചെയ്യുന്നുണ്ടേ, ഭഗവാനെ കീർത്തിക്കുന്നതായിക്കോട്ടെ, നാമസങ്കീർത്തനം ചെയ്യുന്നതായിക്കോട്ടെ, ഭാഗവതം വഹിക്കുന്നതാണ്, അതിനെ വ്യാഖ്യാനം എഴുതുന്നതായിക്കോട്ടെ, ഇല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സ്തോത്രങ്ങൾ രചിക്കുന്നതായിക്കോട്ടെ, ഏത് തരത്തിലുള്ള നമ്മുടെ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, പഠിച്ച കാര്യങ്ങൾ തന്നെ ഉപയോഗിക്കുന്ന നമ്മുടെ പാണ്ഡിത്യം ഉപയോഗിച്ചുകൊണ്ട് ഭഗവാനെ പ്രകീർത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രേഷ്ഠമാണ്. പക്ഷെ അതൊക്കെ ഇന്നത് സാധിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ കാര്യം. അതാണ് അതിന്റെ ശ്രേഷ്ഠത. മറ്റതൊക്കെ അഭ്യാസമാണ്. 100 ദിവസം അദ്ദേഹം വലിയൊരു ത്യാഗ മനസ്സോടെ, ശരീരത്തിന് വയ്യായിരുന്നു, അങ്ങേറ്റം ക്ലേശം സഹിച്ചുകൊണ്ടാണ് ഇരുന്നത്. ആ ക്ലേശം കൊണ്ട് എനിക്ക് നിത്യമായിട്ട് വന്ന് ഭജിക്കാൻ പോലും സാധിക്കില്ല എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഭക്തി പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. ഞാൻ നാരായണീയം മുഴുവൻ വിശകലനം ചെയ്ത് പഠിച്ചിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പം ഇതിലൊക്കെ പ്രാർത്ഥന അവസാനിക്കുന്നത് എനിക്ക് രോഗമുക്തി വേണമെന്ന. അവിടെയും ഞാൻ വ്യക്തോപാസനയെ പറ്റി പറഞ്ഞല്ലോ, അത് തന്നെ ഒരു കാരണമാണ്. കാരണം എന്താ, നമ്മുടെ ശരീരം ആയുരാരോഗ്യത്തോടെ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, ഇല്ലെങ്കിൽ അത് യഥാവിധി സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, അല്ലാതെ ശരീരത്തിന് യാതൊരുവിധ കേടും ഇല്ലാതെ ഇരിക്കുന്ന ഒരാൾക്ക് സുഖാസനത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ ഭജിക്കാൻ സാധിക്കും. അത് സാധിക്കുന്നില്ല എന്നാണല്ലോ ഭട്ടതിരിപ്പാട് 4-ാമത്തെ ദശകത്തിൽ പറയുന്നത്. അതുകൊണ്ട് അത് മാറ്റിത്തരണം എന്നാ പ്രാർത്ഥിക്കണം. കാരണം ശരീരമില്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് മുമ്പ് ഉപദേശിക്കപ്പെട്ട ഉപായങ്ങൾ അനുഷ്ഠിക്കാൻ അശക്തനായിട്ടുള്ളവന് മാത്രമാണ് മുക്തി സാധനയായിട്ട് സർവകർമ്മ ഫലത്യാഗം ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ശങ്കരാചാര്യർ എടുത്തു പറയുന്നു. അതായത് മുമ്പ് പറഞ്ഞിട്ടുള്ള ഉപായങ്ങൾ, 3-4 ഉപായങ്ങൾ പറഞ്ഞു. ഇത് സാധിക്കാത്തവർക്കാണ് വളരെ ലളിതമായിട്ട് മുക്തി സാധനയായിട്ട് സർവകർമ്മ ഫലത്യാഗം ഉപദേശിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് തോന്നും സർവകർമ്മ ഫലത്യാഗം എളുപ്പമാണെന്നൊക്കെ. പക്ഷേ അത് അത്ര എളുപ്പമൊന്നുമല്ല. കാരണം ഫലേച്ഛ കൊണ്ടാണ് നമ്മൾ ജന്മം തന്നെ എടുത്തിരിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ പൂർവജന്മാർജിതമായിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കി കിടക്കുന്ന ഫലേച്ഛ സാധിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ശരീരം എടുത്തു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജന്മസിദ്ധമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഈ ഫലേച്ഛ എന്ന് പറയുന്നത്. അതാണ് ഭട്ടതിരിപ്പാണ് കാണിച്ചത്. അവസാന കാലത്ത് നാരായണിയൊക്കെ എഴുതി അതിൽ നിന്ന് രോഗമുക്തി നേടി, എന്നിട്ട് പോലും അദ്ദേഹത്തിന് മുക്തി സാധിക്കാഞ്ഞിട്ട് വീണ്ടും ഗുരുവായൂരപ്പന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന കഥയൊക്കെ ഉണ്ട്. അതൊന്നും പ്രസിദ്ധമല്ല. എന്നിട്ട് അദ്ദേഹം മുക്കോല എന്ന് പറയുന്ന സ്ഥലത്ത് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച്, ഏതായാലും ഭക്തനായിട്ട് മാറിയല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നതിനൊക്കെ ഉത്തരം നൽകുകയും ഇല്ലെങ്കിൽ മാർഗദർശനം നൽകുകയും ഭഗവാന്റെ ഒരു സ്വഭാവമാണ്. തഥാസ്തു എന്ന് അനുഗ്രഹിക്കും. അപ്പൊ മുക്തി വേണം, എനിക്ക് ആരെ ഭജിച്ചാലാണ് മുക്തി കിട്ടുക എന്ന അവസാന ഘട്ടത്തിൽ ഭഗവാനോട്, അതേ ശരീരം ത്യജിച്ചിട്ട് പോകേണ്ടത് ആരെ ഭജിച്ചിട്ടെന്ന് വീണ്ടും ഭഗവാനോട് ചോദിക്കുന്ന ഒരു കഥാഭാഗമൊക്കെ അല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പോയിട്ട്, നിങ്ങൾക്ക് ഇന്നും ആ ക്ഷേത്രത്തിൽ പോയി സന്ദർശിച്ചാൽ അറിയാം. അതായത് ഗുരുവായൂരല്ല അദ്ദേഹത്തിന് സ്വർഗാരോഹണം സംഭവിച്ചത്, ഇതിന്റെ മുക്തി കിട്ടിയത്. ഗുരുവായൂരിൽ കുറച്ച് കുന്നംകുളം കഴിഞ്ഞ് ചങ്ങരംകുളം അടുത്ത് മുക്കോല ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ശങ്കരാചാര്യരുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു ക്ഷേത്രം ഉണ്ട്. അവിടെ പോയിട്ട് ഭജന ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ 18 ദിവസത്തോളം അവിടെ പോയിട്ട് ഭജനം ഇരുന്ന് അവിടെ ആ ഭഗവതിയുടെ ഒരു സ്തോത്രങ്ങളൊക്കെ രചിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം. അപ്പം അതിനുശേഷം അവിടെ നിന്നാണ് സ്വർഗാരോഹണം. അവിടെ സ്മാരകം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ഞാൻ പോയി സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ജനിച്ച സ്ഥലത്ത് ചന്ദനക്കാവിലും ഞാൻ പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് ഒരു സപ്താഹം തന്നെ നടത്തിയിട്ടുണ്ട്. ഈ അനുഭവത്തിൽ നിന്ന് അദ്ദേഹത്തെ പറ്റി ഇല്ലേ, മഹാഭക്തന്മാരുടെ ഒക്കെ സ്ഥാനങ്ങൾ, പൂന്താനത്തിന്റെ ഇല്ലത്ത് പോയിട്ടുണ്ട്. ഇതുപോലെ പ്രധാനപ്പെട്ട നമ്മുടെ വില്യമംഗല സ്വാമിയാർ സന്ദർശിച്ചിരുന്ന സ്ഥലങ്ങള് ഇവിടെയൊക്കെ സന്ദർശിക്കാനുള്ള മഹാഭാഗ്യം ലഭിച്ചിട്ടുണ്ടെന്നർത്ഥം. അപ്പം ഈ സ്ഥാനങ്ങളിലൊക്കെ ഇന്നും ആ ചൈതന്യത്തിന്റെ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അതുപോലുള്ള മഹാന്മാര് ജീവിച്ചിരുന്നതിന്റെ പ്രധാരണ അവരിന്നും ചിരഞ്ജീവിയാണെന്ന് പറയാൻ അവരെയൊക്കെ സ്മരിക്കുന്നുണ്ടല്ലോ നമ്മള്. അതാണ്, അല്ലാതെ ശരീരത്തോടു കൂടി ഇരിക്കലല്ല ചിരഞ്ജീവിത്വം. അപ്പം ഈ ഭഗവാന്റെ മഹിമകൾ പാടിയവരെല്ലാം മഹാത്മാക്കളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവരെ എത്ര കാലം, എത്ര തലമുറ കഴിഞ്ഞാലും ഓർത്തിരിക്കുക എന്നുള്ളതാണ് അവരുടെ ചിരഞ്ജീവിത്വം എന്ന് പറയുന്നത്.
അപ്പം ഇത് നമുക്ക് പ്രായോഗിക തലത്തിൽ നമുക്ക് അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമ്മുടെ ശരിക്കും അദ്ദേഹത്തിന്റെ ജീവിതക്രമം അല്ലെങ്കിൽ ചിന്തനം നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ഭഗവാൻ പറഞ്ഞ ഭക്തി മാർഗത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് അവരുടെ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലേ, ഭാഗവതം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, മഹാഭാരതം വായിച്ചാൽ, അതുപോലുള്ള ഭക്തന്മാരുടെയൊക്കെ അനേകം കഥകളൊക്കെ നമുക്കുണ്ട്. അപ്പം ഗീതാശാസ്ത്രം പഠിച്ചിട്ട് ഈ കഥയൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കണം. അജാമളൻ, പ്രഹ്ലാദൻ, ആ ഭക്തിയുടെ ഇനി പറയുന്ന ഭക്തന്റെ ശ്രേഷ്ഠതയാണ്. അപ്പൊ അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. അതായത് ഏതൊക്കെ തരത്തിലുള്ള സ്വഭാവമുള്ളവരെയാണ് ഭഗവാൻ ഏറ്റവും പ്രിയം, ഭക്തന്റെ ശ്രേഷ്ഠത എന്താ, അതായത് സർവകൽപ്പ ഫലത്യാഗത്തിലേക്ക് എത്തിയിരിക്കുന്ന യഥാർത്ഥ ഭക്തൻ ഈ പറയുന്ന ഏത് 4 മാർഗങ്ങളിൽ, അതായത് മുമ്പ് ഉപദേശിക്കപ്പെട്ട ഉപായങ്ങൾ അനുഷ്ഠിക്കാൻ അശക്തനായിട്ടുള്ളവർക്കാണ് മുക്തി സാധനയായിട്ട് സർവകർമ്മ ഫലത്യാഗം ഭഗവാൻ ഉപദേശിച്ചത്. മറ്റത് യോഗമാർഗമാണ്. അപ്പൊ അതനുഷ്ഠിക്കാൻ നമുക്ക് പലതരത്തിൽ ഇന്നത്തെ കാലത്ത് ആർക്കും ക്ലേശങ്ങളൊന്നും സഹിക്കാൻ തയ്യാറില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ എളുപ്പമാണെന്ന് മുക്തി സാധനയായിരിക്കുന്ന ഈ സർവകർമ്മ ഫലത്യാഗം എളുപ്പമാണെന്ന് നമുക്ക് തോന്നും. അത് ഒട്ടും എളുപ്പമല്ല. നമുക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളെ കൊണ്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മബന്ധങ്ങളും ഇല്ല ഇച്ഛാശക്തിയെ ഉണർത്തി ക്രിയാശക്തിയിലേക്ക് എത്തി ശരീരത്തെ ഉപയോഗിക്കുന്നത് പോലും, അതിനുള്ള ജ്ഞാനം തേടി ഉപയോഗിക്കുന്നത് പോലും നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ നമ്മൾ അതിൽ നിന്ന് ഫലേച്ഛ എടുക്കുന്ന അർത്ഥം. അപ്പൊ ഇതൊക്കെ യാതൊരു സംശയവുമില്ല. അപ്പൊ എനിക്ക് പേര് പ്രശസ്തി ഉണ്ടാക്കണം, ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം, ഞാൻ പറയുന്നതൊക്കെ എല്ലാവരും പഠിക്കണം, ഇല്ലെങ്കിൽ ഇന്നതൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചാൽ തന്നെ അതും ഫലേച്ഛ, പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ. അപ്പൊ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ഫലേച്ഛ വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഫലേച്ഛ ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ജന്മവാസനയായിട്ട് തന്നെ മാറണം. അത് അത്ര എളുപ്പമൊന്നുമല്ല. കാരണം നമുക്ക് ഈ ഫലം തന്ന് പഠിപ്പിക്കാം. അപ്പൊ ഞാൻ തന്നെ പുറത്തേക്ക് നിസ്സാര കാര്യമാണ്. നമ്മളിപ്പം നടക്കാൻ ഇറങ്ങിയെന്ന് വിചാരിക്കുക, ഒന്ന് വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കുകയാണ്, അപ്പൊ ഒന്ന് നടക്കാൻ ഇറങ്ങിയായിട്ട് ഒരു റൗണ്ട് അടിച്ച് വരാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എന്തെങ്കിലും സാധനം മേടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് റൗണ്ട് അടിച്ച് വരാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ എന്താ നടന്നു പോകുന്നേ? വണ്ടി കൊണ്ട് നിർത്തിയിട്ട് തിരുമേനി കയറിക്കോളൂ എന്ന് പറയും. അപ്പം നമ്മളെ ഫലേച്ഛയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു സമൂഹമാണ് മായയിൽപ്പെട്ടവരാ പുറത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയും, ഞാൻ വണ്ടി കയറുന്നില്ല, ഞാൻ നടക്കാനായിട്ട് ഇറങ്ങിയത്. ആ നടക്കുന്നത് ഫലേച്ഛ ഇല്ലാതെ ചെയ്യുക, ശരീരത്തിന് ഒരു ആയാമം കിട്ടട്ടെ എന്നുദ്ദേശിച്ചുണ്ടാ. പക്ഷെ അതിന് തടസ്സം നിൽക്കുന്നവർ മുമ്പിൽ മനഃപൂർവ്വമൊന്നുമല്ല, പക്ഷെ നമ്മോടുള്ള ആദരവും ബഹുമാനം കൊണ്ടായിരിക്കും ചിലപ്പോൾ വന്നിട്ട് പറയണേ, തിരുമേനി എന്താ നടന്നു പോകുന്നേ? ഇന്ന് നടന്നു പോകുന്നവരെ കണ്ടാൽ തന്നെ ബാക്കിയുള്ളവർക്ക് അത്ഭുതം. നടന്നു പോകാനും ബുദ്ധിമുട്ടാണ്. കാരണം വാഹനങ്ങളെ തിരക്കും പൊടിപടലങ്ങളും മാലിന്യവും റോഡിൽ കൂടെ ഒന്നും നടന്നു പോകാൻ കുറച്ച് വിഷമമാണ്. അപ്പൊ ഇത്തരത്തിൽ നിസ്സാര കാര്യങ്ങളിൽ പോലും നമുക്ക് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഫലേച്ഛ ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പുറപ്പെട്ടാൽ പോലും എന്തുകൊണ്ടാണ് എന്ന് ചോദ്യം ഉന്നയിക്കാൻ അനേകം പേരുണ്ടാകും. ഇല്ലെങ്കിൽ പലരും ചോദിക്കും, എന്തെങ്കിലും കിട്ടിയിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും കിട്ടിയാലും മറ്റുള്ളവർക്ക് വേണ്ടി കുട്ടികൾക്ക് ഗീതാവസ്തു മേടിച്ചു കൊടുക്കുക, എന്തെങ്കിലും സേവനത്തിനോ ചാരിറ്റി പ്രവർത്തനത്തിനോ ചെയ്യാൻ പോയാൽ തന്നെ അപ്പോഴും അവർ ചോദ്യം ഉന്നയിക്കും, എന്തെങ്കിലും ചെയ്താൽ കിട്ടിയാലല്ലേ തിരുമേനി കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് കിട്ടലും കൊടുക്കതിലും ഒന്നും ഇല്ല, കിട്ടിയതൊക്കെ കൊടുക്കാന്നാ എൻ്റെ ഉദ്ദേശം. അഥവാ കിട്ടിയാലോ, നമുക്ക് കർമ്മബന്ധനം ഇല്ലാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാലും അത് യജ്ഞശിഷ്ടം ഉപയോഗിക്കാം. ആ ബാക്കിയുള്ളതൊക്കെ ആർക്കെങ്കിലും കൊടുത്തേക്കുക. അതും ഒരു ഭാരമാണ് നമുക്ക് കിട്ടിയ. ശങ്കരാചാര്യ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എനിക്ക് എൻ്റെ മുമ്പിൽ ഒന്നും സമർപ്പിക്കണ്ട. കാരണം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഞാനത് ചെലവാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എനർജി വേസ്റ്റ് ചെയ്യണം, എൻ്റെ സമയം വേസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് രാജാവ് കൊണ്ട് സമർപ്പിച്ച രാജാവിനോട് തന്നെ പറഞ്ഞു, ഇതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ആർക്കൊക്കെ പ്രജകൾക്ക് കൊടുക്കണ്ടേന്ന് അങ്ങേക്ക് കണ്ടെത്താൻ സാധിക്കും, അതിനുള്ള ആൾക്കാരൊക്കെ അങ്ങയുടെ അടുത്തുണ്ട്, അതൊക്കെ വിതരണം ചെയ്തോളൂ. എൻ്റെ ഉദ്ദേശം ഈ ജ്ഞാനം വേദാന്ത ശാസ്ത്രം പഠിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക, അത് മാത്രമാണ്. ജ്ഞാനം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അതിന് ഇതൊക്കെ തടസ്സമാണ്. അതുകൊണ്ട് ഈ ഭൗതിക നേട്ടങ്ങളൊന്നും എൻ്റെ മുമ്പിൽ വെക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് 8 വയസ്സുള്ള ഒരു കുട്ടി രാജാവിനോട് പറയുന്ന സന്ദർഭമൊക്കെ ഉണ്ട്. അപ്പം സർവകർമ്മ ഫലത്യാഗമാണെന്ന് അവിടെ ശങ്കരാചാര്യ 8 വയസ്സുള്ള ഒരു ബ്രാഹ്മണൻ പോലും നമുക്ക് മാർഗം കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ എൻ്റെ അനുഭവത്തിലും ഈ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യാനുള്ള ഒരു ജന്മവാസന, ഒരു മനോഭാവമാണ് എന്നെ ഈ ഒരു ജ്ഞാനത്തിന്റെ പടിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് യാതൊരു സംശയവുമില്ല. ഒരു തരത്തിലുള്ള കർമ്മബന്ധനം അതുകൊണ്ട് ഇല്ലതാണ്. ഇതുകൊണ്ടൊന്നും നഷ്ടപ്പെടാനുമില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ജ്ഞാനം ഇനി വീണ്ടും ജനിച്ചു വരേണ്ടി വന്നാൽ പോലും ഇതിന്റെ ശ്രേഷ്ഠത നിലനിൽക്കും, അതുപോലുള്ള ജന്മത്തിലേക്ക് പോകും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ഇത് കൂടുതൽ എന്താ നമ്മളൊരു ജീവിതത്തിൽ സക്സസ് ആക്കേണ്ടത്?
അപ്പൊ അതുകൊണ്ട് നമുക്ക് എവിടെയാണെങ്കിലും എപ്പോഴും പ്രസന്നചിത്തനായിട്ട് സഞ്ചരിക്കാനും ഇല്ലെ സന്തോഷത്തോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാനും ഒക്കെ സാധിക്കുന്നത് ഈ ഫലേച്ഛയില്ലാത്ത കർമ്മത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ്. അത് നമ്മുടെ ജന്മവാസനയായിട്ട് മാറണം. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ആദ്യം തന്നെ പ്രാക്ടീസ് ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഈശ്വര വിചാരം ഇഷ്ടം ഭജനം നടത്തുന്നുണ്ടെങ്കിൽ, ജപതപാദികൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ടെങ്കിൽ, എനിക്ക് ഇന്നത് കിട്ടണം എന്നില്ലെങ്കിൽ ഇന്നത് വേണം എന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുത്ത് എന്ന് പ്രാർത്ഥിക്കരുത്. ഭൗതിക നേട്ടങ്ങൾ ഒട്ടും. ആകെ പ്രാർത്ഥിക്കേണ്ട വിഷയം എന്താ? ഭവേ ഭവേദാ ഭക്തി, എനിക്ക് യഥാർത്ഥ ഭക്തി ഉണ്ടാകണേ എന്ന് ഭഗവാനോട് വേണമെങ്കിൽ പ്രാർത്ഥിച്ചോളൂ. അത് ഫലേച്ഛയാണ്. നമ്മൾ അനന്യഭക്തനായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ ഭക്തി ഭഗവാൻ തന്നെ നൽകിക്കോളും, യോഗക്ഷേമമായിക്കൊണ്ട്. എന്നാലും എന്തെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ പ്രഹ്ലാദൻ പ്രാർത്ഥിച്ച പോലെയൊക്കെ പ്രാർത്ഥിച്ചോളൂ, എനിക്ക് യഥാർത്ഥ ഭക്തി നിലനിർത്തി തന്നാൽ മതി. ആ ഭക്തിയുടെ അംശം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഭഗവാന്റെ അടുത്ത് പോകുന്നത്. മറ്റു ഭൗതിക നേട്ടങ്ങളൊന്നും ഭഗവാന്റെ അടുത്ത് ചോദിക്കരുത്. അത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അത് തരും. പക്ഷെ തന്നാൽ, അത് കിട്ടിയാൽ അത് യാതൊരു സംശയവുമില്ല, അത് നിങ്ങൾക്ക് കർമ്മബന്ധനത്തെ ഉണ്ടാക്കും. അത് തീർക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അത് ചെലവാക്കാൻ വേണ്ടിയിട്ട്, അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എനർജിയും സമയവും വേസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ അതേപ്പറ്റി ചിന്തിക്കേണ്ടി വരും. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യും? അതേപ്പറ്റി ചിന്തിക്കേണ്ടി വരും. അതേസമയം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലോ അതേപ്പറ്റി യാതൊരു ചിന്തയും നമുക്ക് ഒരു ഭാരമായിട്ട്, ഇല്ലെങ്കിൽ അതൊരു ബന്ധനമായിട്ട് തീരില്ല എന്നർത്ഥം. അപ്പൊ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ ചെലവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണല്ലോ. അപ്പൊ അതുകൊണ്ട് സർവകർമ്മ ഫലത്യാഗമാണ് ശ്രേഷ്ഠം. സാധാരണക്കാർക്ക് എളുപ്പമായ മാർഗമാണ് ഭഗവാൻ പറഞ്ഞു തന്നത്. പക്ഷേ അത് ചെയ്യാൻ എളുപ്പമാണെന്ന് തോന്നണ്ട, എളുപ്പമല്ല. കാരണം ജന്മവാസനയിൽ നമുക്ക് ഈ ഫലേച്ഛയോടുകൂടി ഫലേച്ഛ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ശരീരപ്രാപ്തി തന്നെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നിത്യവും അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്തു കൂട്ടും. അതിൽ നിന്ന് ചിലതൊക്കെ ചെയ്ത് അനുഭവിക്കും, അതിന്റെ സുഖം അനുഭവിക്കും, ചിലപ്പോൾ ദുഃഖം അനുഭവിക്കും. ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പ്രാരാബ്ധമായിട്ട് ബാക്കി വെച്ചുകൊണ്ട് മരിക്കാനിട വന്നാൽ വീണ്ടും അതേ കാരണം കൊണ്ട് വീണ്ടും ജനിക്കാനിട വരും. അപ്പൊ അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ സർവകർമ്മ ഭക്ത്യാഗമാണ് ശ്രേഷ്ഠം. അതായത് പാപവും പുണ്യവും ഇല്ലാത്ത വിധത്തിൽ വേണം കർമ്മം ചെയ്യാൻ. അപ്പോൾ കൃത്യമായിട്ട് ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്താൽ ഈ പാപപുണ്യങ്ങൾ ഉണ്ടാകില്ല. അതിനുള്ള പ്രാക്ടീസ്, അഭ്യാസം എന്ന് പറയുന്നത് ഈശ്വര ഭജനം നടത്തുമ്പോഴെങ്കിലും ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക. അതാണ് ശ്രേഷ്ഠത. ഭക്തൻ സിദ്ധിക്ക്, ഭക്തി സിദ്ധി എന്ന് പറയുന്നത് യഥാർത്ഥ പരമാത്മജ്ഞാനമാണ്. അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സർവകർമ്മ ഫലത്യാഗം വേണം. അതിന് വേണ്ടിയിട്ട് 3-4 മാർഗങ്ങൾ പറഞ്ഞു. ആത്യന്തികമായിട്ട് നമുക്ക് ജ്ഞാനമാണ്. നഹിജ്ഞാനേന സദൃശം പവിത്രമഹ വിദ്യതേ എന്ന് തത്സയം യോഗസംതൃപ്തിയും കാലേന ആത്മനി വിന്ദതി എന്ന് ഭഗവാൻ പറഞ്ഞതൊക്കെ സാക്ഷാത്കരിക്കണമെങ്കിൽ ഇനി ഭക്തിയോഗ സിദ്ധികൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഇത് പ്രായോഗിക തലത്തിൽ ഈ ഭക്തിയോഗം ഉപയോഗിക്കാൻ തക്കവണ്ണമാണ് ഞാൻ ഒരു ദിവസം ഒരു ശ്ലോകമോ 2 ശ്ലോകത്തിൽ കൂടുതൽ പോകാത്തതിന്റെ കാരണം ഇതുകൊണ്ടാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നവർ യഥാർത്ഥത്തിൽ അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ നിങ്ങൾ യഥാർത്ഥ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുന്ന ഒരാളായിട്ട് മാറും. ഈ ജന്മത്തിലെങ്കിലും അടുത്ത ജന്മത്തിന് അതിന്റെ ശ്രേഷ്ഠത അനുഭവിക്കാൻ സാധിക്കും. അത് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് താൽക്കാലികമായിട്ട് ഇന്നത്തേക്ക് ഭഗവാന്റെ പാദങ്ങളിൽ ഇന്നത്തെ യജ്ഞം സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തുത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.